മുനമ്പം ഇന്ന് കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയമായി തീർന്നിട്ടുണ്ട് മുനമ്പം. ഒരു ഭാഗത്ത് അവിടെ താമസിക്കുന്നവരും മറുഭാഗത്ത് വഖഫ് ബോർഡും തമ്മിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ തർക്കം നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞത് ഇത് വഖഫ് ഭൂമിയല്ല എന്നാണ്. ഒരിക്കൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ സർക്കാർ സത്യവാങ്മൂലം കൊടുത്തത് ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ കൊടുത്തേക്കുന്നതിലും നമ്മൾ വായിച്ചു നോക്കിയാൽ, ആ ഉത്തരവ് വായിച്ചു നോക്കിയാൽ സർക്കാരും വഖഫ് ഭൂമിയല്ല എന്ന് പറയുന്നു. ഇനി മാനേജ്മെന്റ്, ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വാദിക്കുന്നതും വഖഫ് ഭൂമിയല്ല എന്നാണ്. ഇതാണ് ഒരു പക്ഷം. മറുപക്ഷമാകട്ടെ വഖഫ് ബോർഡും വഖഫ് സംരക്ഷണ വേദിയും പറയുന്നത് ഇത് വഖഫ് ഭൂമിയാണ് എന്നാണ്. എന്ന് വെച്ചാൽ ഈ സംവാദത്തിൽ അല്ലെങ്കിൽ ഈ തർക്കത്തിൽ പ്രധാനമായും ഉയരുന്നത് 1950 ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ ആധാരം വഖഫ് ഭൂമിയാണോ അതല്ല വഖഫ് ഭൂമി അല്ലേ എന്ന കാര്യമാണ് അതിൻ്റെ കേന്ദ്ര ബിന്ദു, അല്ലേ? അതിൻ്റെ കേന്ദ്ര ബിന്ദു വഖഫ് ഭൂമിയാണോ എന്ന ചോദ്യമാണ്. അതിനെന്താണ് മറുപടി? സാർ ചോദിച്ച ചോദ്യത്തിന് ഫറൂഖ് കോളേജ് 1977 വരെ ഏകദേശം 27-30 വർഷം വരെ അത് വഖഫ് ഭൂമിയാണ് എന്നാണ് പറഞ്ഞത്. പറവൂർ സബ് കോടതിയിൽ നടന്ന OS 5363 നമ്പർ കേസിൽ ഏകദേശം 6-7 വർഷം നീണ്ടൊരു കേസിൻ്റെ ചരിത്രമാണ് ഇതിനുള്ളത്. ആ കേസിൽ ഏകദേശം 3 അഫിഡവിറ്റ്, ഈ 3 അഫിഡവിറ്റ് നൽകുന്നത് ഫറൂഖ് കോളേജിലെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന, ആദ്യത്തെ സെക്രട്ടറി ആയിട്ട് വരുന്നത് മഹാനായ KM സിരി സാഹിബാണ്. അദ്ദേഹമാണ് ഈ വസ്തു ഉണ്ടാക്കിയതും ഈ വസ്തുവിന് വേണ്ടി ചെയ്തതും. അവിടെ ഒരു മുസ്ലിം എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം നടന്നത്. അദ്ദേഹം 1961 മരണപ്പെടുന്നു. പിന്നീടാണ് കേസും ഇതുകളും വരുന്നത്. അന്ന് അവിടെ സെക്രട്ടറി ആയിരുന്ന ആളാണ് MV ഹൈദ്രോസ് വക്കീൽ. രണ്ടാമത്തെ സെക്രട്ടറിയാണ് MV ഹൈദ്രോസ് വക്കീൽ. ഈ MV ഹൈദ്രോസ് വക്കീൽ അന്ന് കോടതിയിലേക്ക് ഒരു വ്യവഹാരകാര്യസ്ഥനെ അയക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കലന്തൻ എന്നാണ്. ഈ കലന്തന് ഇതിൻ്റെ അതോറിറ്റി നൽകി വിടുന്ന ആള് MV ഹൈദ്രോസ് വക്കീലാണ്. അക്കാലം അത്രയും ഫറൂഖ് കോളേജിന് അത് വഖഫ് ഭൂമിയായിരുന്നു. അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ ഫറൂഖ് കോളേജിൽ നിന്ന് ഈ ഭൂമി കുടികിടപ്പും മറ്റേതുമായിട്ട് പോകുമായിരുന്നു. ആ അഫിഡവിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി എന്ത് പറയുന്നത്, ഇത് വഖഫ് ഭൂമി ഇതാണ്. കോടതി പറയുന്നൊരു വേർഡുണ്ട്. ആ കോടതിയുടെ വിധിയിൽ പറയുന്നൊരു സെന്റൻസ് ഇങ്ങനെയാണ്: P30 P30 എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ 1950 2115 നമ്പർ ആധാരം. P30 is a waqf deed and not a gift deed. That waqf. ഇത് പറവൂർ കോടതി പറഞ്ഞു നിർത്തിയതാണ്. അതിനെതിരെ മുനമ്പത്തുകാരെ ഇവിടെ പോയി ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ ചെന്ന സമയത്തും എന്താണ് പറഞ്ഞത്? ഹൈക്കോടതി ചെയ്തത് ഈ പറവൂർ സബ് കോടതിയുടെ ഉത്തരവിനെ ശരിവെക്കുകയാണ് ചെയ്തത്. പിന്നെ അതിനുശേഷം വ്യവഹാരങ്ങൾ പിന്നെ പോകണമെങ്കിൽ എവിടെ പോകണം? പിന്നെ പോകണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകണം. അങ്ങോട്ടൊന്നും ഇതുകൾ നീണ്ട ഏകദേശം 77 മുതൽ 75-70 ആ കാലഘട്ടമാണ്. ആ കാലം മുതൽ ഇക്കാലം അത്രയും ഇതിൻ്റെ വിഷയം വരുന്ന കാലം അത്രയും അത് വഖഫ് ഭൂമിയായ സ്റ്റാറ്റസിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇനി സ്റ്റാറ്റസ് അല്ലാതെ വന്നത് ഏകദേശം പിന്നെ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ നിയമിച്ച നടപടിയുമായി ബന്ധപ്പെട്ടൊരു കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വരികയും ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് അതിനെ എന്ത് ചെയ്യുകയും ചെയ്തു. അല്ല, നമുക്ക് ആ കേസിലേക്ക് വരുന്നതിന് മുമ്പ് അത് പറഞ്ഞാലാണ് അതിലേക്ക് എത്തുള്ളൂ. അല്ല, അത് ആ കാര്യത്തിലേക്ക് ഞാൻ പറയാം. ഇക്കാലമത്രയും വഖഫ് സ്റ്റാറ്റസ് നിലനിൽക്കുകയും ഏകദേശം 30-35 ദിവസം ഇത് വഖഫല്ല എന്നുള്ള നിഗമനത്തിൽ ഹൈക്കോടതിയുടെ ഇതിൽ വന്നിട്ടുണ്ട്. എന്നതിൽ കവിഞ്ഞ് ഈ 1950 മുതൽ ഇക്കാലം വരെ പറഞ്ഞ എണ്ണപ്പെട്ട ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി അത് വഖഫായിട്ട് നിലനിന്ന വസ്തു തന്നെയാണ്.
പക്ഷെ 1960 മുതൽ നോക്കിയാൽ 2010 വരെയുള്ള കാലത്ത് ഈ ഫറൂഖ് മാനേജ്മെന്റ്, കോളേജ് മാനേജ്മെന്റ് ഏതാണ്ട് 50ഓളം ഫ്ലോട്ടുകളാക്കി വിൽപ്പന നടത്തുന്നു. വഖഫ് ഭൂമിയാണെന്ന് കോളേജിന് അറിയാമെങ്കിൽ, വഖഫ് ആധാരമാണ് തങ്ങളുടെ കയ്യിലിരിക്കുന്നതെന്ന് അവർക്ക് ബോധ്യതയുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് വിൽപ്പന നടത്തുക എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ ഉയരില്ലേ? ഹൈക്കോടതി വിധി വരുന്നത് 70, അതിനു ശേഷമേ ഇവർ ചെയ്തുള്ളൂ. അതിക്ക് മുമ്പ് ഈ പറയുന്ന 61-ലൊന്നും അതിൽ നിന്ന് വിറ്റിട്ടില്ല. 61-ൽ ആധാരം പറഞ്ഞെങ്കിൽ 61-ൽ അവർ വിറ്റ ഒരു ആധാരം കാണിച്ച് 61-ലൊന്നും അവർ വിറ്റിട്ടില്ല. 61 കാലഘട്ടം, 68 കാലഘട്ടം ഹൈദ്രോസ് വക്കീലൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. സിദി സാഹിബിന്റെ കാലത്ത് ഒരു കാലം, സിദി സാഹിബിന്റെ കാലത്ത് ഇത് വിൽക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കച്ചകെട്ടി നിറങ്ങിയിരുന്ന ഒരാളുണ്ടായിരുന്നു. ആ കോളേജ് തുടങ്ങിയ അന്ന് മുതൽ അവിടുത്തെ പ്രൊഫസറും പിന്നീട് അവിടുത്തെ പ്രിൻസിപ്പാളും, അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും, അതിനുശേഷം വഖഫ് ബോർഡ് ചെയർമാനുമായിരുന്ന പ്രൊഫസർ കെ എ ജലീലാണ് ഈ വസ്തു വിറ്റ് തുലച്ചതിലെ ഏറ്റവും അഗ്രഗണ്യനായ കണ്ണി. സിദി സാഹിബിന്റെ അടുത്ത് പല പ്രാവശ്യം, സിദി സാഹിബിന്റെ മകനുമായി ബന്ധമുള്ള ആളാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞിട്ട് എൻ്റെ ഉപ്പുപ്പാടെ അടുത്ത്, അദ്ദേഹത്തിന്റെ വാപ്പ അദ്ദേഹത്തോട് പറഞ്ഞു, ഉപ്പുപ്പാടെ അടുത്ത് ഇദ്ദേഹം ഇത് വിൽക്കാൻ വേണ്ടി 2-3 പ്രാവശ്യം വന്നു. ഇത് നമുക്ക് ഡിസ്പോസ് ചെയ്യാമെന്നുള്ള കണ്ടീഷനിൽ 2-3 പ്രാവശ്യം വന്നു. സിദി സാഹിബ് നിരുത്സാഹപ്പെടുത്തി വിടുകയും 3ാമത് വന്ന പ്രാവശ്യം കർശനമായി പറഞ്ഞു, ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഇനി എൻ്റെ വീട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞ് ജലീലിനെ ഇത് കയ്യും ചെയ്തതാണ്. 60കളിലൊന്നും എന്നാൽ ഈ വസ്തുവിൽ നിന്ന് വിൽപ്പന നടന്നിട്ടില്ല. പക്ഷെ മാനേജ്മെന്റ് വാദിക്കുന്നത് വഖഫ് എന്നാൽ മതപരമായ ആവശ്യത്തിന് അത് ശാശ്വതമായ സമർപ്പണമാണ് നടക്കുന്നത്, അത് അള്ളാഹുവിന് കൊടുക്കുകയാണ്. പക്ഷെ ഈ ആധാരത്തിൽ എഴുതിയേക്കുന്നത് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാനേജ്മെന്റിന് കൊടുക്കാമെന്നും, ഇനി തലമുറകൾ കഴിയുമ്പോൾ ആ വിദ്യാഭ്യാസ സ്ഥാപനം തകർന്നു പോവുകയാണ് എങ്കിൽ, അത് വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിക്കാതെ കിടക്കുകയാണ് എങ്കിൽ ഞങ്ങളുടെ തലമുറയ്ക്ക്, സേട്ടുവിൻ്റെ തലമുറയ്ക്ക് അത് തിരിച്ചെടുക്കാമെന്നും പറയുന്നു. ഈ വ്യവസ്ഥ ചെയ്യുന്നതോടുകൂടി വഖഫ് അല്ലാതായി തീരില്ലേ? ഈ വ്യവസ്ഥ വഖഫ് അല്ലാതായി തീരുമെന്നുള്ള നിയമം ഏതിലാണ് വന്നിരിക്കുന്നത്? ശരീഅത്ത് നിയമം അനുസരിച്ചാണ് വരുന്നത്. ഇന്ത്യൻ കോടതികൾ ഈ വിഷയം നടന്ന ശരീഅത്ത് നിയമം അനുസരിച്ചാണ് കേസ് നടന്നേക്കണേ? അല്ല, ഇന്ത്യൻ സിവിൽ നിയമം അനുസരിച്ചാണ് കേസ് നടന്നിരിക്കുന്നത്. അപ്പൊ സിവിൽ നിയമം അനുസരിച്ച് കേസ് നടക്കുകയും അതിന് നമ്മൾ ശരീഅത്ത് നിയമം കൊണ്ടുവരികയും ചെയ്ത് കഴിഞ്ഞാൽ അതല്ല വിശദമായി വേറെ വിഷയം കൂടി പറഞ്ഞുതരാം. അപ്പൊ അത് ബാക്കിയോട് പറഞ്ഞാൽ അതോളൂ. 1950-ലാണ് ഈ ആധാരം എഴുതപ്പെടുന്നത്. 1950-ൽ ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ ഒരു വഖഫ് വകുപ്പില്ല. ആധാരം എഴുതപ്പെടുന്നത് തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂറിൽ വ്യക്തമായ എന്തില്ല, ഒരു വഖഫ് നിയമമില്ല. മലബാറിൽ എന്തുണ്ട്? മുഹമ്മദൻ ലോ, അതെല്ലാം ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ വഖഫുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. ഈ 1954 ഒരു വ്യക്തമായ നിയമമോ ചട്ടക്കൂടോ ഇല്ലാത്ത സമയത്ത് ജനിപ്പിച്ചിട്ടുള്ള ആധാരമാണ് സിദ്ദീഖ് സേഠിന്റെ ആധാരം. ഈ ആധാരം അതിനുശേഷം ഇന്ത്യയിൽ വഖഫ് നിയമം വരുന്നത്, കേന്ദ്ര സെൻട്രൽ വഖഫ് നിയമം വരുന്നത് 1954-ലാണ്. അതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് കേരളത്തിൽ വഖഫ് ബോർഡ് വരുന്നത് 1960-ലോ 61-ലോ ആണ്. അപ്പൊ ഈ 54-ൽ വന്ന നിയമത്തിൽ തന്നെ പറയുന്നത് എന്താ? ഇന്ന് എന്തെല്ലാം വഖഫാണോ അതെല്ലാം വഖഫാണ്. വഖഫിന് നിരക്കാത്ത പല കാര്യങ്ങളും പല ആധാരങ്ങളിലും പ്രമാണങ്ങളിലും പരാമർശം വന്നാൽ അത് ക്യാൻസൽ ആവുകയും വഖഫ് നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് 1954-ൽ വന്നേക്കുന്ന നിയമത്തിലും അതിനുശേഷം വന്നേക്കുന്ന നിയമത്തിലും പറയപ്പെടുന്നത്. പക്ഷെ ഡിവിഷൻ ബെഞ്ച് അതും അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് ദാനാധാരം അല്ലെങ്കിൽ ഗിഫ്റ്റ് ഡീഡ് എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. അത് ഫറൂഖ് മാനേജ്മെന്റും അത് തന്നെയാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പം വി ഡി സതീശനും പറഞ്ഞതാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷം നമ്മുടെ AG കോടതിയിൽ പറയുന്നതും അത് തന്നെയാണ്. ഞാൻ ഈ 1950 2115 നമ്പർ ആധാരം സാറിന്റെ കയ്യിലെടുത്ത് തരാം. ഈ അതിൽ എഴുതപ്പെട്ടു വഖഫ് എന്ന് എഴുതപ്പെട്ടു, അതിൽ ദാനാധാരം എന്നൊരു വാക്ക് സാറ് കാണിച്ചു തന്നാ. അതിൽ എഴുതപ്പെടുന്ന ഇതിൽ കാറ്റഗറി ഉണ്ട്. അതിലില്ലേ ഇല്ല. അതിൽ വഖഫ് ആധാരം എന്ന് പറയുന്നു. രണ്ടാമത് വഖഫായി ഞാൻ ഒഴിഞ്ഞു തരുന്നു എന്ന് പറയുന്നു. ഇനി ഇദ്ദേഹം ഈ ആധാരം എഴുതുമ്പോൾ തന്നെ എഴുതിയ ബിസ്മില്ലാഹ് പരമകാരുണ്യകനും കരുണാനിധിയും ആ വിഷയം പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ വേറെ 2 ആധാരം എന്റെ കയ്യിലിരിപ്പുണ്ട്. ഈ സിദ്ദീഖ് സേഠ് എഴുതി കൊടുത്ത 2 തീറാധാരത്തിന്റെ കോപ്പി എന്റെ കയ്യിലിരിപ്പുണ്ട്. ആ കോപ്പി ഒരു സ്ഥലത്തും പറയുന്നില്ല. ഇത് സാർ ഞാൻ വെല്ലുവിളിയാണ്, ഏതാളോടും വെല്ലുവിളി. ഞാൻ ഈ ആധാരം എടുത്തു തരാം. കാരണം ഒരു ആധാരത്തിൽ രജിസ്റ്റർ ചെയ്ത് സർക്കാരിൽ കാശ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ആ പ്രമാണത്തിൽ ഒന്ന് പറയുന്നു
ഇത് വേറെ പറഞ്ഞു. ഇത് ഫറൂഖ് കോളേജിന്റെ ഒരു വക്കീലുണ്ട്, ഇവിടുത്തെ കോഴിക്കോട്ടുകാരൻ. അയാൾ പറഞ്ഞു കൊടുത്ത ഒരു തന്ത്രമാണ് ഗിഫ്റ്റാക്കി ഇത് ഗിഫ്റ്റ് എന്ന ആധാരത്തിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഇതിന് ശേഷം വരുന്ന ആധാരങ്ങൾ ഇവർ ചെയ്തോളം ഗിഫ്റ്റ് എന്ന് പറഞ്ഞു. നിലവിൽ എല്ലാ ആധാരങ്ങളും അതോടുകൂടി അസാധുവാക്കപ്പെടും. കാരണം ടൈറ്റിലിൽ തന്നെ ഒരു തെറ്റ്. വഖഫ് ആധാരമായി കൊടുത്തതിന് ഗിഫ്റ്റ് ആധാരമാക്കിയാണ് ഈ മുനമ്പത്തുകാർക്ക് ചെയ്തു. മുനമ്പത്തുകാർ ആരൊക്കെ പറ്റിച്ചിട്ടുണ്ട്? മുനമ്പത്തുകാരെ നേർക്ക് നേരെ ഫറൂഖ് കോളേജ് ഹസ്സൻകുട്ടി എന്ന് പറയുന്ന ആളാണ് ഈ സാധനം എഴുതി കൊടുത്തേക്കണം. ഫറൂഖ് കോളേജ് പറ്റിച്ചു. രണ്ടാമത് പറ്റിച്ച അവരുടെ നാട്ടുകാരനായ പോള് പറ്റിച്ചു. പോളാണ് ഇതിന്റെ ഇടയിൽ ഞങ്ങൾ MV പോൾ, മാളിയേക്കൽ വർക്കി പോൾ. പിന്നെ ആര് പറ്റിച്ചു? ഇവര് കാശ് കൊടുത്ത് എഴുതിച്ച പൈ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇതുണ്ട്, വക്കീലല്ല മറ്റേ ആധാര എഴുത്തുകാരുണ്ട്, അവര് പറ്റിച്ചു. നാലാമത് ആര് പറ്റിച്ചു? ഇത് ചെയ്ത് കൊടുത്ത രജിസ്ട്രാർ ഈ ആധാരം നോക്കണ്ടേ? രജിസ്ട്രാറിന് ശമ്പളം കൊടുത്ത് സാധനം അവിടെ ഇരുത്തേക്കണം. എന്തിനാ? ഈ സാധനം പരിശോധിച്ച് പറ്റാത്തതാണ് ചെയ്യാതിരിക്കാനാണല്ലോ. രജിസ്ട്രാർ പറ്റിച്ചു. അഞ്ചാമതായി ഇവരെ പറ്റിച്ചത് വില്ലേജ് ഓഫീസർക്ക് പോക്കുവരവും ചെയ്തു കൊടുത്ത് പറ്റിച്ചു. അന്നത്തെ കാലത്ത് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാനും ഇതിനെപ്പറ്റി നോക്കാനും അതിനുള്ള വിവരവും ഇതുള്ള ആളുകൾ ഞങ്ങളുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അതിലേക്ക് പോയില്ല. ഇന്ന് ഞങ്ങൾക്കത് മനസ്സിലായ സമയത്ത് ഞങ്ങൾ അതുമായി ഇറങ്ങി. അതാണോ? അതല്ല, ഈ ആധാരത്തിൽ പറയുന്ന വ്യവസ്ഥ അനുസരിച്ചാണല്ലോ ഫറൂഖ് കോളേജ് ഭൂമി കൈമാറ്റം ചെയ്തത്. വിദ്യാഭ്യാസ ആവശ്യത്തിന് അവർക്ക് വിൽക്കാനുള്ള അവകാശം നൽകിയാണ് ഭൂമി കൈമാറിയത്. അപ്പൊ അവർക്ക് വിറ്റൂടെ? അന്നത്തെ നിയമം, ഒരു രാജ്യത്തെ ഒരു നിയമം നിലനിൽക്കുമ്പോൾ ആ നിയമത്തെ അംഗീകരിക്കണമല്ലോ. അന്നത്തെ നിയമം അനുസരിച്ച് വിൽക്കണമെങ്കിൽ ഒന്നുകിൽ സിവിൽ കോടതിയുടെ അനുമതി വേണമായിരുന്നു. വഖഫ് നിയമം നമ്മുടെ ഇവിടെ ഇതില്ലെങ്കിലും വഖഫ് വസ്തു വിൽക്കണമെങ്കിൽ അന്നത്തെ വഖഫ് ബോർഡുകളില്ല. അപ്പോൾ സിവിൽ കോടതിയുടെ അനുമതിയോടുകൂടിയ വഖഫ് വസ്തു വിൽക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഈ നിയമം വന്നതിന് ശേഷം ഏകദേശം 95 വരെ എന്ന് തോന്നണം, ആ സമയം വരെ വഖഫ് ബോർഡിന്റെ അനുമതിയോടുകൂടി വിൽക്കാമായിരുന്നു. ഇത് രണ്ടും ഇവർ ചെയ്തിട്ടില്ല. ഇവര് കിട്ടിയത് കാട്ടിലെ തടി, തേവരുടെ ആന, വലിയ എന്ന കണ്ടീഷനിലാണ്. ഇന്നും അവരുടെ കയ്യിൽ എത്ര ഭൂമി വിറ്റുന്നോ, എത്ര കാശ് കിട്ടിയെന്നോ ഒരു കണക്കും ഒന്നില്ല. വിവരാവകാശം അനുസരിച്ച് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ 10,000 രൂപ കിട്ടിയതായിട്ട് ഇപ്പൊ MV പോളിൽ നിന്ന് അഡ്വാൻസ് ഇത്രയും വസ്തു 500 രൂപ സെന്റിന് കരാർ എഴുതി അതിൽ 10,000 രൂപ കിട്ടിയതായിട്ട് അവിടെ കണക്കുണ്ട്. ബാക്കി കണക്കൊന്നും ഇല്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അപ്പൊ ഈ പറവൂർ കോടതിയിലെ എന്തായിരുന്നു ശരിക്കും നടന്ന വാദം? ഏതാ? പറവൂർ കോടതിയിലാണല്ലോ മാനേജ്മെന്റും ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റും ഈ മുനമ്പം പ്രദേശത്തെ ജനങ്ങളും തമ്മിലുള്ള ഒരു കേസ് നടന്നത്. ആ കേസിലും വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞില്ലേ? അതല്ലേ പറഞ്ഞ ഫറൂഖ് കോടതിയിൽ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, അതിന്റെ 48ാമത്തെ പേജാണ്. 46 P30 is a വഖഫ് ഡീഡ് ആൻഡ് നോട്ട് എ ഗിഫ്റ്റ് ഡീഡ് ആൻഡ് ദാറ്റ് വഖഫ്. ഇത് പറഞ്ഞത് ഫറൂഖ് കോടതി തന്നെയാണല്ലോ. ഇത് വഖഫ് വസ്തുവാണെന്ന് ഫറൂഖ് കോടതി സ്ഥിരീകരിച്ചല്ലോ. കാരണം അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, മറ്റവർക്ക് ഭൂമി കിട്ടാതിരുന്നത്. ഇതിന്റെ വസ്തുത പറഞ്ഞ ഇത് 1963 കേസിന് പോകണം. ഈ കേസിന് പോയ സമയത്ത് കോടതി ഒരു റിസീവർ വെച്ചു. കൊടുങ്ങല്ലൂരുള്ള മൈക്കിൾ വക്കീൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ കാലഘട്ടത്തിലാണ്, അതായത് അന്ന് പഴയ സമയത്ത് 20-ൽ താഴെ ആളുകളുമായിട്ടാണ് അവിടെ വിഷയം നടക്കുന്നത്. 20-ൽ താഴെ ആളുകളുമായിട്ടാണ് എന്ത് നടക്കുന്നത്, ഈ പറവൂർ കോടതിയിലെ കേസ് നടക്കുന്നത്. ഈ കേസ് തീർന്ന് അവിടെ വന്നപ്പോഴത്തേക്കും മൈക്കിൾ വക്കീൽ ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ആളുകളെ കാശ് വാങ്ങിയും അല്ലാതെയും കംപ്ലീറ്റ് ആളുകളെ, അതായത് 1967 ഭൂപരിഷ്കരണ നിയമം വരാൻ പോവുകയാണ്. അതിന്റെ ഒരു മറവും കൈപ്പറ്റിയിട്ട് കിട്ടുന്നവർക്ക് കിട്ടും എന്ന കണ്ടീഷനിൽ അവിടെ കുടിയിരുത്തിയത് മൈക്കിൾ വക്കീലാണ്. മൈക്കിൾ വക്കീൽ കുടിയിരുത്തിയാൽ അതിന്റെ ഉത്തരവാദിത്തം ആരായിട്ടെടുക്കേണ്ടത്? റിസീവർ എന്ന നില സർക്കാരാണ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. എന്നിട്ട് ഈ സാധനം കഴിഞ്ഞപ്പോൾ ഇവർ ഒഴിപ്പിച്ചു തരാനുള്ള മാന്യത പോലും സർക്കാർ കാട്ടിയില്ല. പക്ഷേ ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തുന്ന പറവൂർ കോടതിയുടെ വിധി വെച്ചിട്ട് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്നാ വിധി സാറിന് തരാം. അല്ല, ഡിവിഷൻ ബെഞ്ച് നിരീക്ഷണം നടത്തുന്ന അല്ലെങ്കിൽ അവര് വിശകലനം നടത്തിയിട്ട് പറയുന്നത് അത് ജന്മീയം കുടിയാനും അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരും ഭൂവുടമസ്ഥനും തമ്മിലുള്ള തർക്കം ആയിട്ടാണ് പറവൂർ കോടതി അതിനെ കണ്ടിരുന്നത്. വഖഫ് തർക്കമായിട്ടല്ല കോടതിയിൽ ആ കേസ് വന്നിരിക്കുന്നത്. അല്ല, പക്ഷെ കോടതിയുടെ നിരീക്ഷണം അതുണ്ടല്ലോ. കോടതി നിരീക്ഷണം നേർക്ക് നേരെ പറഞ്ഞ നിരീക്ഷണം ഇതില്ലാന്ന് ഇത് പറയട്ടെ. ഇതില്ല എന്നുള്ള വിഷയം അവർ പറയട്ടെ. കോടതിയുടെ ഞാൻ നേരത്തെ 2 പ്രാവശ്യം പറഞ്ഞതാണ്, കോടതിയുടെ നിരീക്ഷണം നേർക്ക് നേരെ ആ ജഡ്ജിമെന്റിലുള്ള നിരീക്ഷണമാണ്. ഇല്ലാത്ത നിരീക്ഷണം എഴുതി വെക്കൂലല്ലോ. ഇല്ലാത്ത നിരീക്ഷണം എഴുതി വെക്കൂല. ഇത് തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്, മറ്റേ ഡിവിഷൻ ബെഞ്ചിന്റെ 2 വിധി വന്നാൽ ഡിവിഷൻ ബെഞ്ചിന്റെ 1977 വന്നേക്കണ വിധി ഈ പറവൂർ കോടതിയുടെ വിധിനെ ശരിവെച്ചുകൊണ്ടാണ് വന്നേക്കണേ.
പിന്നെ ഇതിലിപ്പോ ഡിവിഷൻ ബെഞ്ച് പറയും ഇതിൽ അങ്ങനെയാണ് തിരിച്ചും കൂടി ചോദിക്കട്ടെ, ഇത് വക്കഫല്ല എന്നുള്ള വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമേ ഇല്ല. കാരണം രാമേന്ദ്രൻ നായർ കമ്മീഷനെ നിയമിച്ചത് ശരിയാണെന്ന് ചോദിച്ചാൽ ഡിവിഷൻ ബെഞ്ചിൽ കേസിന് പോയേക്കണേ. അല്ലെ, നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഇപ്പൊ മുനമ്പം കേസെന്ന് കേൾക്കുമ്പോ അതിന്റെ ചരിത്രപരമായ ഉള്ളടക്കമുള്ള ഒരു വിധി നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു. ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് വന്നപ്പോ അവർ അക്കമിട്ട് 50-ലെ പ്രമാണം ഇതായിരുന്നു, പറവൂർ കോടതിയിലെ വിധി ഇതായിരുന്നു, അതിനുശേഷം 2008-ലെ ഉത്തരവ് ഇതായിരുന്നു, 2009-ലെ മറ്റേ നിസാർ കമ്മീഷൻ പറഞ്ഞത് ഇതായിരുന്നു. അങ്ങനെ അക്കമിട്ട് ചരിത്രപരമായി ഇത് അടയാളപ്പെടുത്താൻ ഈ കോടതി വിധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആ കോടതി വിധി പോകുന്നത് ഏതാണ്ട് പറവൂർ കോടതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പോകുന്നത് പറവൂർ കോടതി വിധി കഴിഞ്ഞാൽ 2008-ല് നിസാർ കമ്മീഷൻ എന്ത് ചെയ്തു എന്നാണ്. നിസാർ കമ്മീഷനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ആദ്യം ഹൈക്കോടതി അക്കമിട്ട് ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞു, സാർ പറഞ്ഞു. എന്തിയെ പോയ അന്ന് തന്നെ സുപ്രീം കോടതി ചെയ്യാൻ എന്തി? അതല്ല, ഞാൻ അതിലേക്ക് വന്നത് എന്തിയെ അതും കേൾക്കണമല്ലോ. അത് നമുക്ക് അവസാന ആ ഘട്ടത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞ ഈ കോടതി പറയുന്ന ഒരു വംശാവലി ചരിത്രം പോലെ അല്ലെങ്കിൽ ഒരു ചരിത്രത്തിലെ പ്രധാന അടയാളപ്പെടുത്തേണ്ട സംഭവങ്ങൾ പോലെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഓരോ കല്ലുകൾ, നാഴികക്കല്ലുകളാണ് പറയുന്നത്. 50-ലെ ആധാരം, അത് കഴിഞ്ഞ് പറവൂർ കോടതിയിലെ വിധി, അത് കഴിഞ്ഞ് വരുന്ന നിസാർ കമ്മീഷനിലേക്കാണ്. ഈ കമ്മീഷൻ എന്ത് ചെയ്തു എന്നാണ് ഇപ്പം വിലയിരുത്തപ്പെടുന്നത്? ഇതിലെന്തില് ജുഡീഷ്യറിയിൽ പുഴുക്കുത്തുണ്ട് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്ന കാര്യമാണ്. ഇദ്ദേഹം ചെയ്തോ ചെയ്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നോട്ടുകൾ ചാക്കിന് കെട്ടിയിട്ട് കത്തിച്ച കേസ് നമ്മുടെ മുന്നിൽ വന്ന ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരിൽപ്പെട്ട് ഇന്നും അതിനെ പറ്റിയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുപോലെ പുഴുക്കുത്തുകളാകാം, അല്ല, കാരണം അതിൽ കാര്യങ്ങൾ നടക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ വസ്തുവിന്റെ ആധാരത്തിൽ വഖഫ് എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിന് യാതൊരു മാറ്റവും അതിലില്ല. അപ്പൊ പൂർണ്ണ അർത്ഥത്തിൽ വഖഫ് തന്നെയാണ് 100%. ഞങ്ങളുടെ അഭിപ്രായം 100%. ഞങ്ങളുടെ പേരെന്ന് പറഞ്ഞാൽ കേരള വഖഫ് സംരക്ഷണ വേദി എന്നാണ്. ആ വഖഫ് ഞങ്ങളുടെ എന്തുണ്ട്, ഞങ്ങളുടെ പേരിന്റെ ഒപ്പം തന്നെ എന്തുണ്ട്, ഞങ്ങളുടെ കർമ്മവുമുണ്ട്. ഞങ്ങൾ എന്ത് കർമ്മം ചെയ്യണം എന്ന് എന്തിലുണ്ട് എന്ന് പറഞ്ഞത് അവിടെ പോയി തല്ലുപിടിച്ച് പ്രശ്നം. അതിനല്ല ഞങ്ങൾ നിയമപരമായി ഈ രാജ്യം നിയമവ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ജനാധിപത്യപരമായ നിയമപരമായ പോരാട്ടം. ചില പുഴുക്കുത്തുകളെല്ലാം ഉണ്ടെങ്കിൽ കൂടി ജുഡീഷ്യറിയിൽ ഞങ്ങൾക്ക് പോകാവുന്നതിന്റെ പരമാവധി സ്ഥലം വരെ നിയമപരമായി ഞങ്ങളിത് പോരാടി പോകും. ഇതാണ് ഞങ്ങളുടെ ഈ വിഷയത്തിലുള്ള നിലപാട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നിസാർ കമ്മീഷൻ വരുന്നു 2008-ല്. ആ നിസാർ കമ്മീഷൻ അന്വേഷണം നടത്തുന്നു. നിസാർ കമ്മീഷൻ ഇത് വഖഫാണെന്ന് പ്രഖ്യാപിക്കാൻ ശുപാർശ നൽകുന്നു. അതിന്റെ അടിത്തറ എന്തായിരുന്നു ഇന്ന് വിശകലനം ചെയ്യുമ്പോൾ? അത് വഖഫ് ഭൂമിയായിട്ട് വഖഫ് ഭൂമിയാണ് എന്ന് നിസാർ കമ്മീഷൻ. പക്ഷെ അവിടെ കോടതി ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിസാർ കമ്മീഷൻ സർവേ നടത്തിയിട്ടില്ല, അർദ്ധ ജുഡീഷ്യലായ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല, ഇവിടെ താമസിക്കുന്നവരെ ആരെയും കേട്ടിട്ടില്ല. സ്വാഭാവികമായി നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ആ കമ്മീഷൻ അങ്ങനെ ഒരു ഉത്തരവിട്ടു എന്നാണ് കോടതി കണ്ടെത്തുന്നത്. സാറിനോട് ഞാൻ ഞാൻ കോടതിയുടെ ഉത്തരവിനെ ഞാൻ തിരിച്ചു ചോദിക്കണം. അതായത് നിസാർ കമ്മീഷൻ വരുന്ന സമയത്തും സ്റ്റാറ്റസ് എന്താണ് നിലനിൽക്കുന്നത്? വഖഫ് എന്ന സ്റ്റാറ്റസ് ആണ്. വഖഫ് സ്റ്റാറ്റസിൽ അവിടെ താമസക്കാരാരാ? കയ്യേറ്റക്കാരാണ്, എൻക്രോച്ചേഴ്സ് ആണ്. എൻക്രോച്ചേഴ്സിന് നോട്ടീസ് കൊടുക്കണമെന്ന് എവിടെ പറഞ്ഞേക്കും? വഖഫ് വസ്തുവിൽ, മറ്റുള്ള വസ്തുവിൽ ചിലപ്പോൾ വേറെ വ്യത്യാസം. വഖഫ് വസ്തുവിൽ എൻക്രോച്ചേഴ്സിന് നോട്ടീസ് കൊടുത്ത് അവരെ കേൾക്കണമെന്ന് എവിടെ പറഞ്ഞേക്കണം? അവര് നികുതി അടച്ച് ഭൂമി കൈവശം വെച്ചിരിക്കുന്ന നിലവിൽ അല്ല, അതിൽ അതായത് വാങ്ങാൻ പറ്റിയ ഭൂമി അവർ വാങ്ങണമായിരുന്നു. അത് വാങ്ങില്ല, അതൊരു തർക്ക വിഷയമല്ല. തർക്ക വിഷയം വാങ്ങാൻ പറ്റുന്ന ഇപ്പൊ ഞാൻ ആരെ ഭൂമി വാങ്ങുമ്പോ അതിന്റെ ലീഗൽ വശം പരിശോധിക്കേണ്ട ആരാ പരിശോധിക്കേണ്ട ആള്? വിൽക്കുന്ന ആളല്ല, വാങ്ങുന്ന ആളാണ്. അവര് പരിശോധിക്കാതെ വാങ്ങിയതിന് ആരോടെ അവർക്ക് ഇത് ചെയ്യണ്ടേ? അവരെ വഞ്ചിച്ചത് ഫറൂഖ് കോളേജാണ്. നമ്മൾ ഇപ്പോഴും പറയുന്നു, ഇതുവരെ ഇത്രയും ആളുകൾ അവിടെ ചെയ്തു, ഇത്രയും ആളുകൾ ആധാരങ്ങളും കാര്യങ്ങളും വിഷയങ്ങളും അവിടെ വന്നു. ഒരാള് പോലും ഫറൂഖ് കോളേജിന്റെ ഒരു കേസിന് പോയിട്ടില്ല. ഫറൂഖ് കോളേജിലെ ഭൂമി പിടിച്ചെടുക്കാൻ അവർ വന്നാൽ ഞങ്ങൾ അവരുടെ ഒപ്പം നിൽക്കും. അതാണ് നീതി. ഏത് ഫറൂഖ് കോളേജാണ് അവർക്ക് വിറ്റതെങ്കിൽ പിടിച്ചെടുക്കേണ്ടത് ഫറൂഖ് കോളേജിൽ നിന്നാണ്. ഫറൂഖ് കോളേജിന് ഇപ്പൊ അവിടെ 69 ഏക്കർ, 28 10 38 39 20 59 59 ഏക്കർ ഭൂമിയിൽ 24 ഏക്കർ യുഎസിന്റെ വഖഫ് ഉള്ളൂ എന്ന് അവർ പറയുന്നു. ബാക്കി ഭൂമി വരെ പിടിച്ചെടുക്കണമെന്ന് ഇവര് നീതികേട് കാണിച്ചേക്കണ്. ഇനി ഇവർക്ക് ഇതിലല്ല, ഇവര് ഈ ആധാരപ്രകാരം വഖഫാണെന്ന് ഞങ്ങൾ സ്ഥാപിക്കുമ്പോ തന്നെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ആളാണ് നമ്മള്. ആര് കൊടുക്കണം? വാങ്ങിയവൻ കൊടുക്കണം.
എങ്ങനെ കൊടുക്കണം? നഷ്ടപരിഹാരത്തോടുകൂടി കൊടുക്കണം. പക്ഷെ നമുക്കിത് കാണുന്നത് 60 വർഷം, അതാണ്ട് 59 വർഷം, 1950 വഖഫായിട്ട് ആധാരം ചെയ്തു ഭൂമി. ഈ 2009 വരെ അവരുടെ ഉടമസ്ഥാവകാശം അവർ നികുതി അടയ്ക്കുകയും ചെയ്യുന്ന ആർക്കും പരാതിയില്ല. വഖഫ് ബോർഡും അനങ്ങിയിട്ടില്ല. അതേ കണക്ക് തന്നെ കോളേജ് അധികൃതരും വേണ്ടിയിട്ടില്ല. വലിയ നിശബ്ദതയായിരുന്നു ഈ കാലഘട്ടം ഇത്രയും. അതിനുശേഷം വരുമ്പം ഉടമസ്ഥരായി നിൽക്കുന്ന മനുഷ്യരെന്ത്, അവർക്ക് എങ്ങനെ നീതി നൽകാൻ കഴിയും? ഞാൻ അതിന് ഉദാഹരണത്തിലേക്ക് പോകുന്നു. പരിയാരത്തുകാവിലേക്കാണ് പോകുന്നത്. പരിയാരത്തുകാവ് ഭൂമി സത്യത്തിൽ ആരുടെയാണ്? താമസിക്കാരല്ല. അല്ലല്ല, ഞാൻ ജന്മിയുണ്ട് അതിന്. ആ ജന്മി എന്നൊന്നും പറയാൻ 2 ചില ഏക്കർ 3 ഉടമസ്ഥൻ എന്നുള്ള അർത്ഥത്തിലാ. അദ്ദേഹത്തിന്റെ ഭൂമിയാണ്. ആ ഭൂമിയിൽ ഒരു കയ്യേറി താമസിച്ചാണ്. കുറെ നാളുകൾക്ക് ശേഷം അയാൾ പോയത്, കേസിന് പോയത്. പിന്നെ 10-60 വർഷത്തോളം കേസ് നടത്തി. അപ്പൊ ഇവർ ഇത്രയും വർഷം അവിടെ താമസിച്ചതല്ലേ എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ എന്നാ? പക്ഷെ അവര് വില കൊടുത്ത് വാങ്ങിയത്. ആരാ? അവര് വില കൊടുത്ത് വാങ്ങാൻ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കുന്നത്. അതിന്റെ ഉദാഹരണം ഞാൻ തിരിച്ചു പറഞ്ഞുതരാം. അപ്പൊ അതൊന്നുകൂടി ആവർത്തിക്കുന്ന ആവർത്തന വിരസതയാവും. എന്നാലും ഒന്നുകൂടി പറയാം. ഒരു മോഷ്ടാവിന്റെ കയ്യിൽ നിന്ന് മോഷണ വസ്തു എന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശ് കൊടുത്ത് ഞാൻ വാങ്ങണം. കുറെ നാളുകൾക്ക് ശേഷം നിന്റെ ഉടമസ്ഥന് മനസ്സിലാകുന്നു എന്റെ ഇന്ന വസ്തു മോഷണം പോയിരിക്കുന്നു. അദ്ദേഹം നിയമ സംവിധാനത്തിലേക്ക് പോകുന്നു, പരാതിപ്പെടുന്നു. ഈ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് എന്നും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു, നിയമപാലകർ എൻ്റെ അടുത്ത് വരുന്നു, ഈ തൊണ്ടി മുതൽ എന്നിൽ നിന്ന് എടുക്കുന്നു. ഈ തൊണ്ടി മുതൽ എടുക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ ഇത് വില കൊടുത്ത് വാങ്ങിയതാണ്, ഇത് ഞാൻ ഇന്ന ആളിൽ നിന്ന് വാങ്ങിയതാണ്. എന്നെയും കൂട്ടി ഈ തൊണ്ടി മുതൽ കൂടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നു. അദ്ദേഹം പറയുന്നു സമ്മതിക്കുന്നു, കാരണം അയാൾക്ക് വേറെ നിവൃത്തിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന പണിയുന്ന ഈ തൊണ്ടി മുതൽ നിയമപാലകരുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയും നിയമ വ്യവഹാരങ്ങളും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം എനിക്ക് അതിന്റെ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കുകയും കട്ടവനും കട്ട മുതൽ ഒതുക്കിയവനും നിയമപരമായി ശിക്ഷ നേരിടേണ്ടി വരുന്ന നിയമവ്യവസ്ഥിതിയാണ് നമ്മുടെ നിലവിലുള്ളത്. പക്ഷെ അവിടെ അവരും പറയുന്ന ആദ്യത്തെ കാര്യം തന്നെ അവർ നിഷേധിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ വഖഫ് ഭൂമി അല്ല എന്ന അവരുടെ വാദത്തെ മറികടക്കാൻ കഴിയാത്തിടത്തോളം അവര് പറയുന്നതിൽ നീതിയില്ലേ? ഇനി തിരിച്ചൊന്നുകൂടി സാറിനോട് തിരിച്ചൊന്നുകൂടി, ഇതിന്റെ തൊട്ട് തന്നെ 3 കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു ഐലൻഡ് കുഴപ്പമുണ്ട്. ആ ഐലൻഡിന്റെ പേര് സത്താർ ഐലൻഡ് എന്നാണ്. 154 ഏക്കർ 20 സെന്റ് ഭൂമി. ഇവര് പറയുന്നത് ഈ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ആ ഭൂമി 1961 വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുകയും 64 നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ വരികയും ചെയ്ത ഭൂമിയാണ്. വേറൊരു ഐലൻഡ്, വേറെ 154 ഏക്കറും അതും കയ്യേറ്റപ്പെട്ടിട്ടുണ്ട്. അന്ന് കാലത്ത് മുസ്ലിം സമുദായം ചോദിക്കട്ടെ, അതിൽ മേൽ നിന്ന് വഖഫ് ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഭൂമി. ആ ഭൂമി സുപ്രീം കോടതിയിൽ കേസ്. അത് വഖഫ് ബോർഡ് അന്ന് വഖഫ് ബോർഡിന്റെ അനുമതിയോട് കൂടി എന്ത് ചെയ്തിരുന്നു, ആ ഭൂമി വിൽക്കാൻ വേണ്ടി അന്ന് ആ സമയത്ത് എന്ത് ചെയ്യായിരുന്നു, വഖഫ് ബോർഡിന്റെ അനുമതിയോട് വിൽക്കുകയും അതിന് പരിഹാരമോ അല്ലെങ്കിൽ ഒത്തതോ അല്ലെങ്കിൽ അതിന് മികച്ചതോ ഭൂമി വാങ്ങണമെന്ന സംവിധാനത്തോടു കൂടി വിൽക്കാൻ വേണ്ടി എന്ത് ചെയ്തിരുന്നു, അത് സാലേ മുഹമ്മദ് സേട്ടാണെന്ന് എനിക്ക് തോന്നണം പേരില്ല, ഒരു സേട്ടു വഖഫ് ബോർഡിൽ നിന്ന് അനുമതി ഇന്ന ആൾക്ക് വിൽക്കാൻ പോകണമെന്ന് പറഞ്ഞാണ് വാങ്ങിയത്. വിൽപ്പന നടന്നില്ല. വിൽപ്പന നടക്കാതെ ഇയാൾ മരിച്ചു പോകുകയും. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം വേറൊരാള് ഈ ഓർഡറും, അതായത് ഈ ഓർഡറും ഈ ഭൂമി വിൽക്കുകയാണ്. ഹൈക്കോടതിയിലും ഇതിലും ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈബ്യൂണലിലൊക്കെ പോയി ഈ വാങ്ങിയ ആൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയൊക്കെ സമ്പാദിച്ചു വന്നു. സുപ്രീം കോടതി അവസാനം സ്റ്റേ ചെയ്തിട്ടേക്ക് അത് വഖഫ് വസ്തുവാണെന്ന് തന്നെ പറഞ്ഞിട്ടേക്ക്. കാരണം ഇതിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയാണെന്ന്, ഏതിൽ നമ്മുടെ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുകയും ഗസറ്റിൽ വരികയും ചെയ്ത ഭൂമി. എന്റെ കയ്യിൽ പണ്ടേ ഗസറ്റ് സാധനം. അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ജയിക്കാൻ വേണ്ടി എന്തും പറഞ്ഞിട്ട് കാര്യമില്ല. നീതിയും നിയമവും ഇവിടെ നടക്കപ്പെടണം. സത്യത്തിൽ മുനമ്പത്തുകാർ ചെയ്ത അനീതി തന്നെയാണ് അത്. ഒരു അവരോട് അനീതി ചെയ്ത് ആരുണ്ട്? ഫറൂഖ് കോളേജ് ഉണ്ട്. അവർക്കെതിരെ എന്ത് ചെയ്യും? ഒരു കേസിന് ഇവർ പോകാത്ത എന്ത് ചെയ്യും? ഫറൂഖ് ശരിയാണോ? ഇപ്പൊ ഞാൻ ഒരു ആധാരം ചെയ്തു വരുന്നു, ഈ ആധാരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്റെ മറ്റു വസ്തുക്കളിൽ എന്തോ അറ്റാച്ച് ആവൂല ആധാരം. സ്വാഭാവികം ആധാരത്തിന്റെ നിയമം അങ്ങനെയാണല്ലോ. പക്ഷെ അവർക്കും ദീർഘകാലം പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, നികുതി അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് പിടിക്കപ്പെട്ടത്. ഇപ്പോഴാണ് പിടിക്കപ്പെട്ടത്. ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പിടിക്കപ്പെട്ടു. അവർ പൂർണ്ണമായും പിടിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. 100% പറ്റില്ല. അവർക്കും വാദിക്കാനുള്ള വഴിയുണ്ട്, ഇപ്പുറം വാദിക്കുന്ന ആളുകൾക്കും വാദിക്കാനുള്ള വഴിയുണ്ട്. രണ്ടുപേർക്കും സ്പേസ് ഉള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്, അല്ലേ? ഇപ്പം ഫറൂഖ് മാനേജ്മെന്റ് വഖഫ് ഭൂമി ആണെന്ന് പറയാത്തിടത്തോളം
അവരെ സംബന്ധിച്ചുള്ള കേസ് നിൽക്കുക. ഫറൂഖ് മാനേജ്മെന്റോ മുനമ്പത്തുകാരോ വഖഫ് സംരക്ഷണ വേദിയോ അല്ലാതെ പറയേണ്ടത് വഖഫാണെന്ന്. ഈ 3 പേർക്ക് 3 പേരെയും ആംഗിൾ ഉണ്ടാവും. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥിതിയിൽ വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അതിലല്ലേ ശരി. അപ്പം സർക്കാർ എന്നിട്ട് കമ്മീഷനെ അന്വേഷണത്തിന് രാമേന്ദ്രൻ നായർ കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനിച്ചപ്പോ എതിർക്കാൻ പോയത് എന്താ? എതിർത്ത് രാമേന്ദ്രൻ നായർ കമ്മീഷന് ഒരു കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ കമ്മീഷൻ ചെയ്യേണ്ട പണി എന്നാ? കമ്മീഷൻ നീതിപൂർവവും സ്വതന്ത്രവുമായിട്ടുള്ള നിലപാടെടുക്കണം. അദ്ദേഹം പള്ളിയിൽ ചെന്ന് പ്രസംഗിച്ചതെന്നാ കമ്മീഷന്റെ ഇടപാട് സർക്കാരെ പുറത്തേക്ക് വിടാൻ പാടുള്ളൂ. ഇത് നിങ്ങൾക്ക് ഞാൻ ശരിയാക്കി തരുമെന്നൊരു കമ്മീഷൻ എടുത്ത് പറഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കല്ലാതെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് എതിർക്കപ്പെട്ടത്. അദ്ദേഹം പിന്നെ അതിനുശേഷം പല സ്ഥലത്തും വേറെ ചെന്നപ്പെട്ടല്ല, പാതിയുടെ തലപ്പിലും ഉൾപ്പെടെ സകല സ്ഥലത്തേക്കും ബന്ധപ്പെട്ടല്ല. രാമേന്ദ്രൻ നായർ കമ്മീഷന്റെ വിഷയം പറയേണ്ട കാര്യം അദ്ദേഹം ഞങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം ഒരു കമ്മീഷൻ തൊഴിലാളിയാണ്. ഈ പിണറായി സർക്കാർ 10 കൊല്ലത്തിന് 14 കമ്മീഷനായിട്ട് മുമ്പിൽ വന്നിട്ടുണ്ട്. അല്ലെ, രാമേന്ദ്രൻ നായർ എന്ന വ്യക്തിയെ കമ്മീഷനായിട്ട് നിയോഗിച്ചുകൊണ്ടുള്ള വിയോജിപ്പാണ്? അല്ല ഞങ്ങൾക്ക് അതിനൊരു വിയോജിപ്പ്. വേറെ ഒരാള് വന്നായിരുന്നെങ്കിലും അത് അംഗീകരിക്കുമായിരുന്നോ? അത് സ്വതന്ത്രമായിട്ട് ചെയ്ത് ഞങ്ങൾ എതിർക്കേണ്ട കാര്യം ഞങ്ങൾക്ക് തോന്നി ഇദ്ദേഹം പള്ളിയിൽ മറ്റേ വേളാങ്കണ്ണി പള്ളിയിൽ വന്ന് നിന്ന് സംസാരിച്ച ആ സംസാരം അത് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഇത് ചെയ്യല്ല. പക്ഷെ ആ കോടതി ഞങ്ങൾക്ക് അനുവദിച്ചു തന്നല്ലോ. ആ വിഷയം സിംഗിൾ ബെഞ്ച് ചെന്നപ്പോൾ അവർ കോടതിക്ക് ബോധ്യപ്പെട്ടല്ലോ, എന്നിട്ട് ഞങ്ങൾ അനുവദിച്ചു തന്നു. പിന്നെ സർക്കാർ പോയത് ഇതിന്റെ രാമേന്ദ്രൻ നായരോടെ വെച്ചത് മെരിറ്റ് അന്വേഷിക്കാൻ വേണ്ടി വഖഫാണ് വഖഫല്ലേ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല. രാമേന്ദ്രൻ നായർ കമ്മീഷൻ ഇവരെങ്ങനെ പുനരധിവസിപ്പിക്കാന്നുള്ള കേസിലാണ്. സാറ് നേരത്തെ പറഞ്ഞ കോടതി വിധിയിൽ സംഭവിച്ചെന്നാ. ഇതിന്റെ മെരിറ്റിനെ പറ്റി വാദമേ കോടതിയിൽ നടന്നിട്ടില്ല. പക്ഷെ കോടതി എല്ലാ രേഖകളും പരിശോധിച്ച് വഖഫ് നിയമങ്ങൾ പരിശോധിച്ച് മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു വിശകലനം നടത്തിയിരിക്കുന്നത്. അമിത് റാവൽ ആദ്യം തന്നെ ഈ വക്കീലന്മാരോട് പറയുന്നു, ഇതിൽ മെരിറ്റിനെ പറ്റി നമുക്കിവിടെ വാദമേ നടക്കേണ്ട കാര്യമില്ല. മെരിറ്റിൽ വാദം നടക്കണ്ട എന്ന് വക്കീലന്മാരൊന്നും സാക്ഷിയാണ്. വക്കീലന്മാരുടെ മെരിറ്റ് അല്ല വാദം നടക്കുന്നത്, മെയിൻറ്റബിലിറ്റിയിലാണ് വാദം നടക്കുന്നത്. പക്ഷേ മെയിൻറ്റബിലിറ്റിയിൽ വാദം പറഞ്ഞുകൊണ്ട് ലോകത്തെ എവിടെയും കേട്ട മെയിൻറ്റബിലിറ്റിയിൽ വാദം കേട്ടുകൊണ്ട് മെറിറ്റിൽ വിധി പറഞ്ഞൊരു ഒരു വിരോധാഭാസമാണ് ആ ശുശ്രൂ ചെയ്തു വെച്ചത്. ധർമാധികാരി ജസ്റ്റിസ് ധർമാധികാരി മുന്നോട്ട് വെച്ചേക്കുന്നത് ആദ്യം ഞാൻ മനസ്സിലാക്കുന്നത് ഈ വഖഫിന്റെ ഹിസ്റ്ററി മുഴുവൻ വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നതിന്റെയും അല്ല എന്ന് പറയുന്നതിന്റെയും 2 വാദങ്ങൾ മുഴുവൻ കോടതി അക്കമിട്ട് നിരത്താൻ പറ്റിയല്ലോ. രണ്ടു കൂട്ടരുടെയും നിഷേധിച്ചിട്ടൊന്നുമില്ല. അതിനു മുമ്പ് ഇവിടെ മറ്റേ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനും ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണനും തമ്മിൽ ഈ വിഷയത്തിൽ ഒരു വിധി വന്നിട്ടില്ല. ഇതൊന്നും നോക്കിയിട്ടില്ലല്ലോ, ഇതൊന്നും അതിൽ കോട്ട് ചെയ്തിട്ടില്ല, ഇതൊന്നും അതിൽ കോട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ആവശ്യമായ കുറെ കാര്യങ്ങൾ അതിൽ കോട്ട് ചെയ്തു എന്നതിൽ കവിഞ്ഞ് ഇതിക്ക് പല അത് 77 വിധിയിൽ ഈ സാധനം പറയണ്ട, വഖഫല്ല എന്ന് പറയണ്ട. അല്ല ഹൈക്കോടതി പിന്നെ ഗിഫ്റ്റ് സാറിന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ഈ ഗിഫ്റ്റ് എന്ന് പറയണല്ലോ, എല്ലാ വഖഫും എന്താണ്? ഗിഫ്റ്റാണ്. എല്ലാ ഗിഫ്റ്റും എന്തല്ല? വഖഫല്ല. ഈ തത്വം ഈ തത്വം അറിഞ്ഞില്ലെങ്കിൽ ഈ വിഷയമാണ്. അതായത് എല്ലാ ഗിഫ്റ്റും എല്ലാ വഖഫും ഗിഫ്റ്റാണ്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. എല്ലാ ഗിഫ്റ്റും എന്തല്ല? വഖഫല്ല. ഇത് മനസ്സിലാക്കിയവർക്ക് വന്ന തെറ്റാണ്. അതിനെ എന്ത് ചെയ്തു? ഫറൂഖ് കോളേജ് ബുദ്ധിപൂർവവും ബോധപൂർവവും അല്ല, ഫറൂഖ് കോളേജ് ആണ് സേട്ടു ആണ് അത് ബുദ്ധിപൂർവ്വം എഴുതിയത്. വ്യവസ്ഥയുടെ വഖഫ് വ്യവസ്ഥയിൽ അന്ന് ഒരു ചട്ടക്കൂട് ഇല്ലാത്ത സമയത്ത് പിന്നെ വ്യവസ്ഥയില്ലാതെ എങ്ങനെ എഴുതും? ഒന്ന്. രണ്ടാമത്തെ ഒരു പാരലൽ കോളേജ് പോലും നടത്തി പരിചയമില്ലാത്ത സമുദായത്തിനാണ് ഈ സാധനം 400 ഏക്കർ കൊടുക്കുന്നത്. അന്നത്തെ വില അനുസരിച്ച് 1 ലക്ഷം രൂപ വില നിശ്ചയിച്ച് വില അതിന്റെ കാശൊന്നും വാങ്ങിയിട്ടില്ല. ഒരു പാരലൽ ട്യൂട്ടോറിയൽ കോളേജ് പോലും നടത്തി പരിചയമില്ല. ഇവർ നടത്തൂല എന്നറിയാൻ പാടില്ല. രണ്ടാമത് ഇവിടെ ഒരു വഖഫ് ഒരു ചട്ടക്കൂടില്ല. ഇതിൽ ചെയ്യണമെന്ന് ചട്ടക്കൂടില്ല. ഇത് എഴുതിയേക്കുന്നത് ആരുണ്ട്? KMCC സാഹിബുണ്ട്. അന്ന് ഇത് ചെയ്യാമായിരുന്നു. കാരണം ഒരു ചട്ടക്കൂടില്ലാത്തവർക്ക് എന്ത് പറ്റും? അതിനെന്തെങ്കിലും ചെയ്യണം. കാരണം ഇത് നടന്നു. ഒരു നിയമമോ ഒരു ബോർഡോ അല്ലെങ്കിൽ ഒരു അതോറിറ്റിയോ ഇവിടെ നിലവില്ലാത്ത സമയത്ത് ഞാൻ തരുന്നു, ഞാൻ കൊടുക്കുന്നു. ഇതവിടെ ഞാൻ കൊടുത്ത ഉദ്ദേശം അല്ലെങ്കിൽ എന്തിലേക്ക് എന്റെ മക്കൾ അനുഭവിക്കേണ്ട സാധനം തിരിച്ചു വരും. അതിലെന്താ ഇതുള്ള? അല്ല, അതാണ് VD സതീശൻ ചൂണ്ടിക്കാണിച്ചത്. ഈ വ്യവസ്ഥ വെച്ചത് കൊണ്ട് അത് വഖഫല്ല, നിയമപരമായി വഖഫല്ലാത്ത ഒരു ഭൂമിയാണ് പറയേണ്ടി വന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചു വന്നത്, ഞാൻ പറയണ്ട എന്ന് ഉദ്ദേശിച്ചു വന്നതാണ്. ഈ MV പോളും VD സതീശനും ഒരു ഉമ്മ പറ്റ ഒറ്റ പ്രസവത്തിൽ ഇരട്ട മക്കളെ പോലെ ജീവിച്ച ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ AG അതേ ഗോപാലകൃഷ്ണക്കുറുപ്പ് AG ഇത് തന്നെയാണല്ലോ കോടതിയിൽ പറഞ്ഞേക്കുന്നത്.
അത് അദ്ദേഹത്തിന് ഇതിന് കാര്യം ഇതുണ്ടാവും. ഇനി വിഷയങ്ങൾ പറഞ്ഞുതരാം. വി.ഡി. സതീശൻ പറവൂരിൽ വരുന്നത് ഏത് വർഷമെന്ന് അറിയാമോ സാർ? പറവൂർ MLA ആവുന്നതാ? MLA ആവാൻ വേണ്ടി വരുന്നത്. ഇതിന്റെ ഇത് ശരിയാണെങ്കിൽ 96, 95, 96, 96 ഇലക്ഷനിൽ ഇദ്ദേഹം 1116 വോട്ടിന് ശിവൻപിള്ളിയുടെ മകനോട് തോൽക്കുകയാണ്. വീണ്ടും അദ്ദേഹം അവിടെ തന്നെ നിലയ്ക്കണം. എവിടെ? പറവൂരിൽ തന്നെ നിൽക്കണം. അന്ന് ഈ പവർ ഓഫ് അറ്റോർണിയായ MV പോളിന്റെ ഓഫീസും മറ്റേ ഇതിന്റെ ഓഫീസും വീടും ഇതൊക്കെ ആയിട്ട് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഉമ്മ പെറ്റ ഇരട്ട മക്കളെ പോലെ ജീവിച്ച വി.ഡി. സതീശനെ അറിയാം ഇതിൽ എവിടെയൊക്കെ കച്ചവടം നടന്നിരണം. അല്ല, ഞാൻ ഉന്നയിക്കുന്ന വി.ഡി. സതീശന്റെ നേരത്തെ സാർ പറഞ്ഞില്ലേ, നേരത്തെ സാർ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ വി.ഡി. സതീശനെ അറിയാത്ത ആളല്ല. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ ബന്ധമുള്ള ആളുമാണ്. അല്ല, ഞാൻ കുറച്ചുകൂടി അത് പറയാം. എന്നെ അറിയുന്ന ആളാണ്. ഇല്ല, കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം, ആ യോഗം എടുത്ത തീരുമാനം അത് AG കോടതിയിൽ അറിയിക്കുന്നു. ഫറൂഖ് കോളേജ് അതേ നിലപാട് സ്വീകരിക്കുന്നു. ഇങ്ങനെ ആ മൊത്തം എല്ലാവരും സ്വീകരിക്കുന്ന ഒരു നിലപാട് വഖഫ് ഭൂമി അല്ല എന്നാണ്. അതിന് ചൂണ്ടിക്കാണിക്കുന്ന കാരണം വഖഫ് കൊടുക്കുന്നതിൽ വ്യവസ്ഥ ചെയ്യാൻ പറ്റില്ല എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതാണ് വിവാദമായി മാറിയിരിക്കുന്നത്. അത് ഏത് നിയമം അനുസരിച്ച്? ഇന്ത്യൻ നിയമം അനുസരിച്ച് എവിടെ വഖഫ് ചെയ്യുന്ന ഇത് വ്യവസ്ഥ പാടില്ല. ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇന്ത്യൻ വഖഫ് നിയമമായാലും സിവിൽ എവിടെയാണ് വഖഫ് ഭൂമിക്ക് എഴുതാൻ പാടില്ല എന്ന് എഴുതിയേക്കണേ? വഖഫ് ഭൂമിക്ക് നിബന്ധന വെക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ നിയമത്തിൽ നിന്നൊന്ന് കാണിക്കുക. നിബന്ധന വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച നിബന്ധന വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശരീഅത്തിലാണ്. ഇവിടെ ശരീഅത്തനുസരിച്ചാണ് കോടതിയിൽ കേസ് ഇറക്കുന്നത്. ശരീഅത്തനുസരിച്ച് സൗദി അറേബ്യയിലാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിലാണ്. ശരീഅത്തനുസരിച്ചാണ് കോടതി ശരീഅത്തനുസരിച്ച് സൗദി അറേബ്യയിലാണ് നമുക്ക് നോക്കാം. ഇത് ശരിയ, അതായത് ഇവിടെ ഇന്ത്യൻ സിവിൽ നിയമം അനുസരിച്ച് കേസ് ഇറക്കുകയും അതിന് ഉപോത്ബലകമായിട്ട് കൊണ്ടുവരുന്നത് ശരീഅത്ത് നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശരിയാവണം എങ്ങനെ? അതാണ് ഇവിടുത്തെ ഇരട്ടത്താപ്പ്. ആ ഇരട്ടത്താപ്പിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പൂർണ്ണമായും എതിർക്കുകയാണ്. ഡിവിഷൻ ബെഞ്ചിന്റെ വിധി എന്ന് പറഞ്ഞാൽ ബാബരി മസ്ജിദിന്റെ വിധിനെ സാർ എങ്ങനെ കാണുന്നത്? തെളിവ് സിവിൽ നിയമം അനുസരിച്ച് തെളിവ് എന്തായിരുന്നു? ബാബരി മസ്ജിദിന്റെ സ്ഥലത്തിന്റെ വിഷയത്തിൽ എല്ലാം ശരിയാണ്. അവസാനം എന്ത് പറഞ്ഞു? രാംലല്ലക്ക് കൊടുക്കുന്നു. ശരിയാണോ? ഇതാണോ? ഇതിന് സാർ എന്ത് പറയും? എന്നിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോയി പ്രശ്നം ഉണ്ടാക്കിയ ഞങ്ങൾ മുസ്ലിങ്ങൾ തിരിച്ചു ഞങ്ങൾ എവിടെയെങ്കിലും പോയി പ്രശ്നം ഉണ്ടാക്കി ഇനി ഇവർ സമരസമിതി പറഞ്ഞു തീർന്നാലും സാറിന് മനസ്സിലാവുള്ളൂ. ഈ സമരസമിതി ആരോടെ സമരം ചെയ്യുന്നത്? ഈ സമരസമിതി സമരം ചെയ്ത് കോടതിയോടല്ലേ? ഇവർക്ക് എല്ലാ സർക്കാരും അവരും എന്താ ചെയ്തു കൊടുക്കുന്നത്? ഇവർക്ക് എല്ലാം ചെയ്തു കൊടുക്കാവുന്ന മാനസികാവസ്ഥയാണ് നേരത്തെ പിണറായി സർക്കാരായാലും ഇപ്പോഴത്തെ സതീഷ് സർക്കാരായാലും ഇവർക്കെല്ലാം ചെയ്തു കൊടുക്കാം എന്നുള്ള നിലപാട്. ഇവരുടെ റവന്യൂ അധികാരം പാടില്ല എന്ന് പറഞ്ഞതാരാ? റവന്യൂ അധികാരം നിഷേധിച്ചതാരാ? സർക്കാരാണ്. റവന്യൂ അധികാരം നിഷേധിച്ച സർക്കാരല്ല, റവന്യൂ അധികാരം നിഷേധിച്ച കോടതിയാണ്. അതാണ് സാറിന് മനസ്സിലായി. റവന്യൂ അധികാരം നിഷേധിച്ചത് സിംഗിൾ ബെഞ്ച് ഇവർക്ക് അനുവദിച്ചു റവന്യൂ അധികാരം. ഡിവിഷൻ ബെഞ്ച് ഇവർ റവന്യൂ അധികാരം റവന്യൂ അധികാരം ഈ കോടതിക്കെതിരെയാണ് ഇവർ സമരം ചെയ്യണത്. സാറിന് അതിന്റെ ഒരു നിരർത്ഥകത സാറിന് മനസ്സിലാവണ്ട. ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന എല്ലാ നേതാക്കന്മാരും, അതായത് മന്ത്രിമാരുൾപ്പെടെ MLA ഇവർ ചെയ്യുന്ന സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ? ഇവരുടെ സമരപന്തിൽ വന്ന് പ്രസംഗിക്കുന്ന സത്യപ്രതിജ്ഞാ ലംഘനം സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആരും വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് സത്യപ്രതിജ്ഞാ ലംഘനം. കാരണം എന്താ? ഇന്ത്യൻ ഭരണഘടനയോടും നിയമവ്യവസ്ഥിതിയോടും കൂറും ഇത് കാണിച്ചോളാം ഇവർ പറയുന്നുണ്ട്. ഇന്ത്യൻ നിയമവ്യവസ്ഥിതിയാണ് എന്ത് ചെയ്തേക്കുന്നത്? ഞങ്ങൾ അതിനെ ഇനിയിപ്പോൾ ഇത് പറയണത് കോടതി പറയണം. ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാവുന്ന നിയമപരമായി പോരാടാവുന്ന എല്ലാ സ്ഥലത്തും ഞങ്ങൾ നിയമപരമായി പോരാടും. ആ കോടതിയോട് നിയമവ്യവസ്ഥിതിയോട് യുദ്ധം ചെയ്യുന്നിടത്ത് ഒരാൾ പോലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നിയമവ്യവസ്ഥിതിയോടാണ് യുദ്ധം ചെയ്യുന്നത്, ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെന്താ പറയാത്തത്? അല്ല, അവർക്ക് അവരുടെ ജീവിതമാണ്, അവർ വില കൊടുത്ത ഭൂമിയാണ്, അവര് നികുതി അടച്ചു പോകുന്ന ഭൂമിയാണ്, അതിൽ ഉടമസ്ഥാവകാശം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ അവർക്കും കോടതി പോകാമല്ലോ. അതാണ് അതിനാരും തർക്കം പറഞ്ഞില്ല. പക്ഷെ അങ്ങനെ കോടതിയിൽ പോകുമ്പോൾ കോടതി ഞങ്ങൾക്ക് എതിരായിട്ടൊരു വിധി വന്നാൽ ഞങ്ങൾ അംഗീകരിക്കണമല്ലോ, സ്വാഭാവികമാണല്ലോ. അത് കോടതിയിൽ പോയാൽ രണ്ടിലൊരാളെ ജയിക്കുള്ളൂ. അപ്പൊ ജയിച്ചാൽ എന്ത് വേണം? ഇത് ജയം തന്നെയാണ് സാർ. ജയം അല്ലാന്ന് ഇത് ജയം, നിയമപരമായ നിയമയുദ്ധത്തിൽ ജയം തന്നെയാണ്. അതിൽ ഞങ്ങൾ പരാജയം തന്നെയാണ്. പരാജയപ്പെട്ടാൽ നമ്മൾ അടുത്ത അപ്പീലിലേക്ക് പോകും. അവർക്കും പോകാം അടുത്ത അപ്പീലിലേക്ക്, അല്ലെ? ഇതാണ് ഇതിലവസ്ഥ. അപ്പൊ ജയം ഒരാൾക്കേ ഉണ്ടാവുള്ളൂ. അതിനവര് പോകുന്നു, ഞങ്ങളും പോകുന്നു. കോടതിയും പരാമർശിക്കാത്തൊരു കാര്യത്തിലേക്ക്
904 പറയുന്നു ഇത് പാട്ടഭൂമി കൊടുത്തതില്ലേ, കൃഷി ചെയ്യാൻ പാട്ടം കൊടുത്തത് സേട്ടുവിന്. അത് പട്ടയമായി മാറുന്നത് ഏത് കാലത്താണ്? അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും 904 അതായത് അതിന്റെ കണക്ക് വരുന്നത് അതിനൊരു നമുക്കൊരു വേറെ പാട്ടത്തിന്റെ രേഖയൊന്നും എന്തില്ല, കയ്യിലില്ല. പാട്ടത്തിന്റെ രേഖ സർക്കാരും കാണിച്ചിട്ടില്ല. സർക്കാരല്ല, അത് തിരുവിതാംകൂർ രാജാവാണ്. ഇപ്പൊ രാമേന്ദ്രൻ നായർ കമ്മീഷന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ഫുൾ രേഖ എന്റെ കയ്യിലുണ്ട്. ഞാൻ അതിനകത്ത് ഇല്ല. അതിനകത്ത് ഒരു സാധനം വരുന്നുണ്ട്. അതായത് സബ്ദു സത്താർ സേട്ടിന് 1915 400 ഏക്കർ ഭൂമി എന്ത് ചെയ്തു? പാട്ട് കൃഷിക്ക് ആവശ്യത്തിന് പാട്ടത്തിന് നൽകിയിട്ടുണ്ട്. ഇങ്ങനെയായിട്ട് നൽകിയിട്ടുണ്ട്. രാജാവ് അത് പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ആ സംഭവം തിരുവിതാംകൂർ ദിവാൻ കൊച്ചി ദിവാൻ എഴുതിയ കത്തിലെ പരാമർശമാണത്. നിയമസഭയിൽ വെച്ച കത്ത്. അതാ ഉണ്ണികൃഷ്ണന്റെ ചോദ്യത്തിന് നിയമസഭയിൽ വെച്ച കത്ത്. അതിൽ തർക്കം കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ കനാലിന്റെ ഒരു അതിർത്തി തർക്കമുണ്ട്. ആ തർക്കത്തിൽ ഉന്നയിച്ച സമയത്താണ് ഈ വിഷയം പറയുന്നത്. ഈ വസ്തു ആദ്യം ഈ വസ്തു ഇല്ല, ഇത് അൺരജിസ്റ്റേർഡ് ലാൻഡാണ്. അത് കേരളത്തിൽ അങ്ങനെ അൺരജിസ്റ്റേർഡ് അല്ല. ഇപ്പൊ മലയും താഴം ഇവിടുത്തെ ഈ ഭൂമിയൊക്കെ അൺരജിസ്റ്റേർഡ്. ഇത് അങ്ങനെയല്ല. ഇത് കടല് പടിഞ്ഞാറുന്ന് കിഴക്കോട്ടും പുഴ പെരിയാറ് കിഴക്കുന്ന് പടിഞ്ഞാറോട്ടും തള്ളി അവിടെ കൊണ്ടൊരു എക്കൽ അടിഞ്ഞുകൂടി. മറ്റേ പുതുവൈപ്പ് പ്രദേശമാണ്. അങ്ങനെ അടിഞ്ഞുകൂടി കുറെ വർഷങ്ങളോളം ഈ വസ്തു അവിടെ കിടന്നു. ഈ വസ്തു തിരുവിതാംകൂറിന്റെ ഏകദേശം ഒരു 8 കിലോമീറ്ററിനുള്ള ഈ ഭാഗം തിരുവിതാംകൂറിന്റെ കടലാണ്. 8 കിലോമീറ്ററോളം 7-8 കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നു, ഞാറിൽ കുറയൂല. ഈ ഭാഗത്ത് അടിഞ്ഞുകൂടുകയും ഇത് വർഷം അന്ന് അറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭൂമി എന്നാണ് അത് അറിയപ്പെട്ടത്. ഈ വസ്തുവാണ് അന്നത്തെ സത്താർ സേട്ടു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അദാനിയാണ്. അത് മനസ്സിലായി. ഇന്നത്തെ അദാനിക്ക് കേന്ദ്ര ഗവൺമെന്റ് എന്ത് പിടിപാടുണ്ടോ അതേ പിടിപാടുള്ള വ്യക്തിയാണ് ഈ സത്താർ സേട്ടു. എവിടെ? കൊച്ചി രാജ്യത്തും മറ്റേ തിരുവിതാംകൂറിലും. പക്ഷെ രാജാവ് പാട്ടം കൊടുത്തിരുന്നു. പട്ടയം കൊടുത്തത് 3-4 ഏക്കറിനേ ഉള്ളൂ. അത് അങ്ങനെ ചരിത്രപരമായ ഒരു പ്രശ്നം ഇതിനകത്ത് കിടക്കുന്നത്. ഇത്രയും അധികം പാട്ടം കൊടുത്തിട്ടില്ല. പാട്ടം കൊടുത്തിട്ടുണ്ട്, പട്ടയം കൊടുത്തിട്ടില്ല. അല്ല, ഇവര് പട്ടയം ഇഷ്യൂ ചെയ്യുന്ന കോടതി പറഞ്ഞാൽ പിന്നെ നമുക്ക് കോടതി വിധി. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും പട്ടയത്തിന്റെ രേഖ കോടതി സിവിൽ കോടതി നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എന്തിനാ അത് വിശ്വസിക്കണം? ഞാൻ സിവിൽ കോടതി കണ്ടിട്ടില്ല. അല്ല, ഞാൻ കാണിച്ചു തരാം. സിവിൽ കോടതി പറയുകയാണ്, അതിന്റെ എക്സിബിറ്റിലും ഈ സാധനം പറയുന്നുണ്ട്. ഈ സാധനം പറഞ്ഞിട്ട് പറവൂർ കോടതിയുടെ ഇതിൽ പറയുന്നുണ്ട്. 27, 26, 27 അങ്ങനെ ഡേറ്റ് വെച്ചിട്ട് ഒരു മലയാള മാസത്തിൽ 1119 എനിക്ക് തോന്നുന്നത്. ഇത് ഇംഗ്ലീഷിലെ കണക്ക് കൂട്ടി കഴിയുമ്പോൾ 1944 2553 നമ്പർ എല്ലാർ പട്ടയം. ലാൻഡ് റവന്യൂ ആണ്. അപ്പൊ ലാൻഡ് റവന്യൂ കൊടുക്കാൻ പറ്റും. മറ്റേ സാധാരണ പാട്ടഭൂമിക്ക് കിട്ടുന്ന ഇതെല്ലാം അറിയാം. ജന്മിയുടെ പാട്ടഭൂമിക്ക് കിട്ടുന്നത്, ജന്മിയുമായുള്ള പാട്ടഭൂമിക്ക് കിട്ടുന്നത് ലാൻഡ് ട്രൈബ്യൂണലാണ്. ഇത് രാജാവ് ഇവിടെ നേരിട്ടായതിന്റെ പേരിൽ ഈ സാധനത്തിന് എല്ലാർ പട്ടയമാണ് കൊടുത്തത്. ഈ എല്ലാർ പട്ടയം കൊടുത്തത് അതിന്റെ വർഷം ഏത്? ഏതാ? 1944. അത് കോടതി അത് കറക്റ്റ് ആയിട്ട് മെൻഷൻ, കോടതി അതിന്റെ ജഡ്ജിമെന്റിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ വിഷയം മെൻഷൻ ചെയ്തൊരു വിഷയമാണ്. പിന്നെ അതിന് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അല്ല, ഞാൻ അവിശ്വാസമല്ല പറഞ്ഞത്. ഇതെങ്ങനെയാണ്? കാരണം ഈ സിവിൽ കോടതി അല്ല, ഇപ്പോഴത്തെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിൽ നോക്കിയാൽ ആ സംഭവം അവര് 50 തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. 50 പ്രമാണം തൊട്ട് അതിനുശേഷം ഇത് ഇവർ പല അവകാശികളിൽ നിന്നും മറിഞ്ഞ് വന്നാണ് ഈ സാധനം വരുന്നത്. സത്താർ സേട്ടിന് 7 മക്കളായിരുന്നു. ഒരാണും ബാക്കി 6 പെണ്ണും. ഇദ്ദേഹം ജീവിച്ചിരിക്കാതെ തന്നെ മകൻ മരിക്കാൻ. ഞങ്ങളുടെ നിയമം അനുസരിച്ച് എൻ്റെ പിതാവ് ജീവിച്ചിരിക്കാതെ ഞാൻ മരിച്ചാൽ നേർക്ക് നേരെ അവകാശം എനിക്ക് വരില്ല. പക്ഷെ എൻ്റെ പിതാവ് ചെയ്തു വെക്കേണ്ട നിർബന്ധമായ ഒരു ബാധ്യത അതും പറയുന്നുണ്ട്. അത് ചെയ്തതിന് പിതാവ് ശിക്ഷിക്കപ്പെടും, മതപരമായി ശിക്ഷിക്കപ്പെടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിതാവിനറിയാം എനിക്ക് ഭാര്യയും മക്കളുണ്ട്. അപ്പൊ എൻ്റെ അവകാശം പിതാവ് എന്ത് ചെയ്യണം? വസിയത്തായിട്ട് അവർക്ക് എഴുതി വെച്ച് കൊടുക്കണം. ഇതെന്താ അങ്ങനെ നിയമം വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മരണപ്പെട്ടതിന് ശേഷം എവിടെ നിന്നെങ്കിലും ഒരു പെണ്ണും ആണും വന്നുകൊണ്ട് പറയണം ഞാൻ എൻ്റെ മക്കളാണ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തില്ല, അവിടെ അവകാശം പറയേണ്ട ബാധ്യത. അങ്ങനെ ഇദ്ദേഹത്തിന് കൊടുക്കും. ഇദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ മരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഒരാണും മൂസ അബ്ദുൽ കരീം, ബാക്കി 4 പെൺമക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ മൂസ അബ്ദുൽ കരീം സേട്ടിന് ഒരു പെൺകൊച്ചുണ്ടായി.
ആദ്യം ഭാര്യ മരിച്ചു, അധികം താമസിയാതെ തന്നെ മുസ അബ്ദുൽ കരീം സേട്ടു മരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ മതം ഇതനുസരിച്ച് ഈ വസ്തു ഫുള്ള് ഈ മകൾക്ക് കിട്ടൂല. ഈ മകൾക്ക് ഫുള്ള് വസ്തു കിട്ടൂല. ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ പിതൃ സഹോദരന്മാരിലേക്കോ സഹോദരിമാരിലേക്കോ പോകും. അങ്ങനെ സഹോദരനാണ് പിതൃ സഹോദരിമാര് 4 സ്ത്രീകളുണ്ട്. ഈ 4 സ്ത്രീകളിൽ ജിംബു എന്ന് പറഞ്ഞ സ്ത്രീക്കാണ് ഈ വസ്തു കിട്ടുന്നത്. ഇവർക്ക് ഒരുപാട് വസ്തുണ്ട്. നമ്മളിൽ അന്നത്തെ ഒരു അദാനിയുടെ വസ്തുണ്ട്. കൊച്ചിയിലുള്ള എല്ലാ ഒരുമാതിരി പണ്ടികശാലകൾ മുഴുവൻ അവരുടെയാണ്. അക്കാലത്ത് ഈ ആമിന ഈ ശാലിദേവനൊക്കെ ഒന്നും ഒരു ഇല്ലാവചനോട് എന്ന് പറഞ്ഞെന്ന് പറയാ ഇല്ല. കാരണം അവർക്കൊന്നും കിട്ടിയിട്ടില്ല അവകാശിയുടെ. അവരിതുവരെ ക്ലെയിം ചെയ്തിട്ടില്ലല്ലോ. അന്നക്കാലത്ത് ഏറ്റവും കൂടുതൽ കൊച്ചിയിൽ വെൽത്ത് ടാക്സ് കൊടുത്തിരുന്നതാണ് ഈ ആമിനാബായി. ആ വെൽത്ത് ടാക്സ് കൊടുക്കുക അവർ ജോലിക്ക് പോയിട്ടില്ല. അവർ 20-25 വയസ്സിൽ അവർ ജോലിക്ക് പോകാതെ അവർ വെൽത്ത് ടാക്സ് കൊടുക്കണമെങ്കിൽ അവർക്ക് അന്ന് ഇതല്ല, നമുക്ക് വസ്തുവിനാ ടാക്സ്, വെൽത്ത്. ആ ടാക്സ് കൊടുത്തിരുന്ന വ്യക്തിയാണ് യാമിന. ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ട്. അവരിന്ന് ജീവിച്ചിട്ടുണ്ട്. അവരിതുവരെ എന്ത് ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെ തന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് പങ്കിട്ട് കൊടുത്താൽ സിദ്ദീഖ് സേട്ടൻ, ഇത് റിസീവറാക്കി വെച്ച സിദ്ദീഖ് സേട്ടനാണ്. ഈ സിദ്ദീഖ് സേട്ടൻ സിദ്ദീഖ് സേട്ടൻ ചെയ്തത് വില കൂടുതലുള്ളത് കംപ്ലീറ്റ്, അതായത് വരുമാനമുള്ളതും മൂല്യമുള്ളതും ആർക്കോടത് ആമിനാബായി കൊടുത്തു. കൊച്ചിയിലെ മുഴുവൻ പണ്ടികശാലകളും കാര്യങ്ങളും മുഴുവൻ ആമിനാബായി കൊടുത്തു. വില വരുമാനമില്ലാത്തതും മൂല്യം കുറഞ്ഞതുമായ വസ്തുക്കളൊക്കെ ഇത് ബാക്കി അവകാശികളിലേക്ക് മാറ്റി. അന്നത്തെ വില അനുസരിച്ച് ഇവിടുത്തെ എന്തോരുണ്ട് അത്രേ ഉള്ളൂ. ഇനി അല്ല, ഈ രാജാവ് പട്ടം കൊടുക്കുമ്പോ തന്നെ അവിടെ താമസമുണ്ട്, ആളുകൾ ഏതാ കുടികളുണ്ടാ, മത്സ്യത്തൊഴിലാളികൾ. അല്ല, ഇതില് മുനമ്പത്തുകാർ തന്നെ ഇറക്കിയേക്കണ ഒരു ലഘുലേഖയുണ്ട്, എന്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ലഘുലേഖയിൽ അവർ പറയുന്നത് വെച്ചാൽ സത്താർ സേട്ടു മുനമ്പത്തെ താമസക്കാരെ അല്ല മഹാരാജാവ്, തിരുവിതാംകൂർ മഹാരാജാവ് മുനമ്പത്തെ താമസക്കാരെ ഒഴിവാക്കി 404 ഏക്കർ 76 സെന്റ് സത്താർ സേട്ടുവിന് കാർഷിക ആവശ്യത്തിന് പാട്ട് അവരെഴുതി പ്രസിദ്ധീകരിച്ചതാണ്. 1902 പറഞ്ഞാണ് അവർ, 2 അല്ല, 2 പറഞ്ഞാണ് അവർ ഇത് പറഞ്ഞു അല്ല. അതായത് അന്ന് ഇത് കിടക്കുന്നത് തിരുവിതാംകൂർ രാജ്യത്ത് കോട്ടയം ജില്ലയാണെന്ന്, എറണാകുളം ജില്ല, കോട്ടയം ജില്ലയില് പറവൂർ സബ് ജില്ലയില് പറവൂർ താലൂക്കില് വടക്കേക്കര വില്ലേജ് 18 എന്നൊരു സർവേ പിടിച്ചു. ഈ 18 എന്ന സർവേയില് 562 ഏക്കർ 30 സെന്റ് ഭൂമിയാണ് ഒറ്റ സർവേ. അതിൽ നിന്ന് 404 അല്ല, സത്താർ സേട്ടിന് കൊടുക്കും. അത് അവിടെയാണ് ഇവിടെ എല്ലാവർക്കും പറ്റുന്നത്. സത്താർ സേട്ടിന് കൊടുക്കും 439 ഏക്കർ 65 സെന്റ് ഭൂമി. അതിൽ നിന്നാണ് സത്താർ സേട്ടിന് ഇങ്ങനെ താവഴി വന്നതിന് ശേഷം സിദ്ദീഖ് സേട്ടുവിന്റെ കയ്യിൽ വരുന്നു. സിദ്ദീഖ് സേട്ടിന്റെ കയ്യിൽ 404 ഏക്കർ 76 സെന്റ് ഈ കൊടുക്കും. ഇവിടെ 100 ഏക്കർ ഭൂമി വേറെ ഉണ്ട്. ഈ സിദ്ദീഖ് സേട്ടിന്റെ ആധാരത്തിന്റെ വടക്ക് വശവും തെക്ക് വശവും കാണിക്കുന്ന പുറമ്പോക്കാണ്. 100 ഏക്കർ ഉണ്ട് ഈ സർവേ. ഇതെല്ലാം കയ്യേറിയൊക്കെയാണ് അവിടെ. അത് പണ്ടേ കയ്യേറ്റം നടന്നിട്ടുണ്ട്. കയ്യേറ്റങ്ങളുടെ ഒരു ബഹളമാണ് അവിടെ നടന്നേക്കണത്. പിന്നെ പഴയ കാലത്ത് PSP ആയിരുന്നു. ഇവര് ഫറൂഖ് കോളേജുകാർക്ക് പറ്റിയേക്കണത് പറ്റുന്നുണ്ട്. ഇവര് അന്ന് ഈ മുസ്ലിം സമുദായത്തിൽ മുജാഹിദ് എന്നൊരു വിഭാഗത്തിന്റെ ആള്, അതിന്റെ സ്ഥാപനമായിട്ടാണ് സാധനം വന്നത്. ആ പരിസരത്തെങ്ങും ഒരാളും ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട ആൾക്കാരില്ല. ഇവർക്ക് ഇവിടെ വരാനും ഇതിലേക്ക് പോകാനും ഇതിന്റെ ഇത് ചെയ്യാനും ഇവർക്ക് കഴിയില്ല. അതൊരു വിഷയങ്ങള്. രണ്ടാമത് അത് കോളേജ് തുടങ്ങിയ ആദ്യത്തെ ഇതാണ് അബു സബാഹ് അഹമ്മദ്, ഇദ്ദേഹത്തിന് അവിടെ തല്ലി. ആ തല്ലിന്റെ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് 63 കോടതിയിലേക്ക് വന്നേക്കണേ. സിവിൽ. അപ്പൊ ഇവര് ഞങ്ങൾ ഇതാണെന്ന് പറഞ്ഞിട്ട്, അതായത് തേങ്ങ ഇടാൻ വരുന്നതിന്റെ തേങ്ങ ഇവിടുത്തുകാരാണ് ഇവര്, മറ്റൊരിടത്ത് ഇല്ലെങ്കിൽ അവർ തല്ലും. അല്ല, അത് കേരളത്തിൽ പലപ്പോഴും. അപ്പൊ ഇവര് വരുന്നതിന് മുമ്പ് തന്നെ ഇവര് തേങ്ങ ഇട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവരിട്ട തേങ്ങ ഇവരെടുത്തുകൊണ്ട് പോകും. അല്ല, കർഷകരും രാജാവും തമ്മിൽ, രാജാവായിട്ടല്ല ഞാൻ പറഞ്ഞ, കർഷകരും രാജാവും തമ്മിൽ ഈ ഭൂമിക്ക് വേണ്ടി നിരത്തിയ വഴക്കുണ്ടായിട്ടുണ്ട്. കാരണം മൺട്രോ തുരുത്ത് സായിപ്പിന് കൊടുത്തു. അവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകരെല്ലാം കൂടി രാജാവിന് നിവേദനം കൊടുത്ത് അത് റദ്ദ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. കാരണം കർഷകർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിക്ക് തന്നെ രാജാവ് പാട്ടം കൊടുക്കാനൊക്കെ കേരളത്തിൽ ശ്രമിച്ചു. അല്ല, അത് രണ്ട് വിഷയമാണ്. ഇത് രണ്ട് വിഷയം. ഇത് ഒരു, അതായത് പിന്നെ അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫറൂഖ് കോളേജ് എയ്ഡഡ് കോളേജായി.
എഡിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവരുടെ വരുമാനമായി. പിന്നെ ഇവിടുന്ന് അതിൽ ആദ്യകാലത്തുള്ള ആളുകൾ ആദ്യകാലത്ത് അവിടെ ജയിച്ചു വെച്ച ഫറൂഖികൾ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവർ പറയുമായിരുന്നു അവിടെ നല്ലൊരു ഭക്ഷണം വന്നെങ്കിൽ ഇവിടുന്ന് തേങ്ങ ഇട്ട് അവിടെ വന്ന് അവിടുത്തെ വരുമ്പോഴാണ് കിട്ടിയിരുന്നത്. ശമ്പളം കൊടുത്തിരുന്ന അന്നത്തെ ഈ ആൾക്കാരെല്ലാവരും പിരിച്ചു ബാക്കി ഇതിൽ നിന്നുള്ള കാശും കൊണ്ടാണ് അത് പറയാൻ കാരണം. ഈ റിസീവറെ ഏൽപ്പിച്ച് റിസീവർ ഒഴിഞ്ഞു കൊടുക്കുന്ന സമയത്ത് അന്ന് 1 ലക്ഷം രൂപയുടെ തേങ്ങ അവിടെ നിന്ന് വിറ്റ കാശ് റിസീവർ കോടതി കിട്ടി. അപ്പൊ വരുമാനം ഉണ്ടായിട്ടുണ്ട്. തെങ്ങുംതോപ്പായി. ഇനി അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു സ്ഥലം വെള്ളം കെട്ടി കുളം പോലെ കിടന്നാൽ അതിനെന്താ പറയണത്? ഒന്നുകിൽ തണ്ണീർത്തടം എന്ന് പറയും, അല്ലെങ്കിൽ നിലം തണ്ണീർത്തടം. അവിടുത്തെ ഭൂമി കംപ്ലീറ്റ് പോരിടും. ഈ നിലമായിട്ട് കിടക്കുന്ന ഭൂമി പോലും അവിടെ നികത്തി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പുരയിടത്തിലാണ് കിടക്കുന്ന വസ്തു. തോട്ടം ആ കണ്ടീഷനിലാണ് സ്ഥാനം വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ നിലവിലുള്ള എനിക്കറിയാവുന്ന അവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഈ സംരക്ഷണ വേദിയുടെ പുതിയ നീക്കം എന്താണ്? ഞങ്ങൾ നിയമപരമായി ഇത് വരുന്ന വിഷയങ്ങൾ ഞങ്ങൾ നിയമപരമായി നേരിടുക എന്നുള്ളതാണ്. ഇപ്പൊ സുപ്രീം കോടതി പോയി കഴിഞ്ഞു. സുപ്രീം കോടതി എന്താണ് വാദിക്കാൻ പോകുന്നത്? സുപ്രീം കോടതിയിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ രേഖകൾ വെച്ച് നമുക്ക് 100%, അതായത് ഇത് നിയമത്തിൻ്റെതായ രീതിയിൽ വാദം നടക്കുകയും സത്യസന്ധമായി വിധി പറയുകയും ചെയ്താൽ ഇതിൽ 1 ഇഞ്ച് ഭൂമി മുൻപത്തേർക്ക് കിട്ടില്ല. ഭൂമിയായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും. ഉറപ്പാണ്. ആ ഉറപ്പിലാണ് മുന്നോട്ട് പോകുന്നത്. ആ ഉറപ്പിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഈ നീതിന്യായ വ്യവസ്ഥ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാരണം സുപ്രീം കോടതിയിൽ ആദ്യം ഞങ്ങൾ ചെന്നപ്പോൾ എന്ത് കിട്ടിയിരുന്നു? സ്റ്റേ കിട്ടിയിരുന്നു. കാരണം എന്താ? പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിധിച്ച ഒരു ജഡ്ജി, അത് പറൂർ മുതൽ ഹൈക്കോടതി മുതൽ ഇത് വിധിച്ച ഒരു ജഡ്ജിയും മുസ്ലിമില്ല. അടുത്തൊരു ചോദ്യം, ഈ മനുഷ്യര് മുഴുവൻ വഖഫ് ആണ് എന്ന് പ്രഖ്യാപിച്ചാൽ കുടിയിറക്കേണ്ടി വരില്ലേ? ഈ വെൽഫെയർ ആരാ? വെൽഫെയർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആണ്. ഈ സാധനം നോക്കാതെ ആധാരം ചെയ്ത് കൊടുത്താരാ? സർക്കാർ. അതെല്ലാം അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതാരാ? സർക്കാരാണ്. ഞാൻ പ്രായശ്ചിത്തം ചെയ്യേണ്ട ഒരു സാറിന്റെ കേസ് എടുത്ത് കാശ് തുറക്കണ്ടാക്കിക്കൊണ്ടാ ഞാനും വേറെ ആളും തമ്മിൽ പ്രശ്നം. ആ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്യണം? അയാൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം, അയാൾക്ക് സാമ്പത്തികമായി കൊടുക്കണം. അപ്പൊ ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് അടുത്തേക്കുന്ന സാറിന്റെ പോക്കറ്റിൽ നിന്ന് തുറക്കേണ്ട കാര്യമുണ്ട്. ഇത്രയും കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം. ഇതിനേക്കാൾ കൂടുതൽ കുടുംബങ്ങളെ ഇപ്പൊ ഓരോ റോഡും എയർപോർട്ടും സാധനങ്ങളും പുനരധിവസിപ്പിക്കാറില്ലേ സർക്കാർ ചെയ്യണത്? ഭൂമി ഏറ്റെടുത്ത് വഖഫിന് കൈമാറണം, വഖഫ് ബോർഡിന് കൈമാറണം. ഇത് 2 പ്രാവശ്യം സർക്കാർ, ഞാൻ സാറിന് കാണിച്ചു തരാം, 2 പ്രാവശ്യം ഹൈക്കോടതിയിൽ പറഞ്ഞ ഈ ഭൂമി പിടിച്ച് കൊടുത്തേക്കാന്ന് സർക്കാർ ആക്ഷൻ ടേക്കണിൽ പറഞ്ഞേക്കണം. 2 പ്രാവശ്യം കേരള ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞേക്കണം. അത് ഈ സർക്കാരിന്റെ ആൾക്കാരല്ലേ പറയണേ. അത് സർക്കാർ എന്ന് പറഞ്ഞാൽ പുറത്തല്ലാട്ടാ. ഈ ജനാർദ്ദന കുറുപ്പിനെ ഈ വിട്ട ഈ പിണറായി വിജയൻ ഈ 5 കൊല്ലത്തിനുള്ളിലാണ് ഈ വന്നേക്കണേ. ഞാൻ സാറിനെ വേണ്ടി കാണിച്ചാൽ എന്റെ കയ്യിലൊരു സാധനം പറഞ്ഞിട്ടില്ലേ? വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തെടുത്തൊരു നിലപാട് മുഖ്യമന്ത്രി ആവുമ്പോഴും അദ്ദേഹം പിന്തുടരുമോ? അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ആണല്ലോ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കളോ ഒന്നും പൊതുവേദിയിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പൊതുവേദിയിൽ പറഞ്ഞു ഇത് വഖഫ് ഭൂമി അല്ല എന്ന്. CPM-ന്റെ മന്ത്രിമാരോ പി രാജീവോ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കുന്ന ഒരു നേതാവ് പോലും വഖഫ് അല്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. അത് വേറെ വശം. പക്ഷെ പൊതുമണ്ഡലത്തിൽ അവർ പറഞ്ഞിട്ടില്ല, CPM പറഞ്ഞിട്ടില്ല. പൊതുമണ്ഡലത്തിൽ പറഞ്ഞതാരാ? ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശനും, പിന്നെ വേറെ ആളുണ്ട്, ഒരു മുഹമ്മദ് ഷാ, മുസ്ലിം ലീഗിന്റെ ഒരു സെക്രട്ടറി ആയിരിക്കണം മുഹമ്മദ് ഷാ, ഇപ്പോഴത്തെ അഡീഷണൽ AG ആയിട്ട് വന്നേക്കണം. കുഞ്ഞാലിക്കുട്ടി ആദ്യം പറഞ്ഞെങ്കിൽ പിന്നെ അവസാനം മലക്കം പറഞ്ഞു. ഇത് ഇതെന്ന് പറഞ്ഞാൽ ഇത് ഈ പടക്കോട്ടകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് അറിയാം. പടക്കോട്ടൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇത് ഒന്നും ഇല്ലാത്ത ഒരു ഭൂമി. ഞാൻ ചോദിക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഒരു സമവായത്തിന്റെ നിലപാടെടുത്തല്ലോ, മനുഷ്യരെ കുടിയിറക്കരുതെന്നൊരു തീരുമാനം പ്രഖ്യാപിച്ചില്ലേ? മുസ്ലിം ലീഗിന്റെ ഒരു ഓഫീസ് ഇങ്ങോട്ട് തൊട്ട് നോക്കട്ടെ, അപ്പൊ മുസ്ലിം ലീഗ് കാണിക്കണ കോലം കാണാം. അപ്പൊ അവർക്ക് ആരാന്റെ ബന്ധമില്ല, അവർക്ക് വിളമ്പണേന് കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം ഫറൂഖ് കോളേജിലെ കുറെ ആൾക്കാരെ സംരക്ഷിക്കേണ്ട ജോലി മുസ്ലിം ലീഗിനുണ്ട്. മുസ്ലിം ലീഗ് അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിന് സംരക്ഷിക്കേണ്ട ജോലി ആർക്കുണ്ട്? ഫറൂഖ് കോളേജിനുണ്ട്. അല്ല, ഫറൂഖ് കോളേജിനെ സംരക്ഷിക്കേണ്ട ജോലി മുസ്ലിം ലീഗിനുണ്ട്. ആരാന്റെ പന്തലിൽ കൊണ്ടുവന്ന് അവനവന്റെ വിളമ്പം അവരുടെ മുതലും തൊടുമ്പോഴാണ് അതിന്റെ വിവരം അവർക്കറിയുള്ളൂ. കാരണം ഇത് ഒന്നുമില്ലാത്തൊരു ഭൂമി കുറെ ആൾക്കാർ കുറെ പാവങ്ങളെ പുറത്താക്കാൻ വേണ്ടി ഞങ്ങളുടെ പേരിൽ ആദ്യം പഴി കേട്ടത്.
അതിനുശേഷം ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടതോടുകൂടി ആളുകൾക്ക് മനസ്സിലായി ഇത് വെറുതും ഭൂമിയല്ല, നിയമപരമായി നിലനിൽക്കുന്ന ഭൂമിയാണ്, ഇത് അക്രമം നടന്നിട്ടുണ്ട്. ഇനി വേറൊരു വിഷയം, ഈ കേരളത്തിലുള്ള മൊത്തം വഖഫ് സ്വത്ത് വേണ്ട വിധത്തിൽ വിനിയോഗിച്ച കേരളത്തിൽ ഒരു ദരിദ്രനായ മുസ്ലിം ഉണ്ടാവില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതേപോലെ തന്നെ കേരളത്തിൽ വഖഫ് സ്വത്ത് വഖഫ് സ്വത്ത് അന്യായമായിട്ട് പോയിട്ടുണ്ട്. വഖഫ് സ്വത്ത് അത് ആര് കൈവശം വെച്ച്? അത് പലരും കൈവശം. തളിപ്പറമ്പിൽ മുസ്ലിം ലീഗല്ലേ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ, തളിപ്പറമ്പിൽ വഖഫ് സ്വത്ത് നശിപ്പിച്ചത് മുസ്ലിം ലീഗല്ലേ? ഇപ്പൊ കേരളത്തില് ഇനി അന്യായമായി കൈവശം വെച്ചിരിക്കുന്ന വഖഫ് സ്വത്തുകൾ മുഴുവൻ തിരിച്ചു പിടിക്കണം എന്നൊരാവശ്യത്തിന്റെ ഭാഗമായിട്ടാണ് മുൻപ് ഉന്നയിക്കുന്നത് അല്ലേ? അത് ഞങ്ങൾ അറിയാവുന്ന വിഷയത്തിലേക്ക് ഞങ്ങൾ വരും. അതിന്റെ കണക്ക് വല്ലതും എടുത്തിട്ടുണ്ടോ ഇതുവരെ? ഏകദേശം ഇവിടെ മറ്റേ ഞങ്ങളുടെ ഒരു കേസ് ഇവിടെ ഉണ്ട്. ഇവരെ ഇത് മറ്റേ വിചാരണ ചെയ്യണമെന്നൊക്കെ പറഞ്ഞൊരു കേസ് ഞങ്ങളുടെ ഹൈക്കോടതിയിലുണ്ട്. അല്ലെ, കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ട് വഖഫ് സ്വത്തുകൾ ഏകദേശം ഏകദേശം ഒരു കണക്കുണ്ട്. എത്രയെന്നുള്ളത് ഞാൻ അന്യാധീനപ്പെട്ടു പോയ ഭൂമി ഒരുപാടുണ്ട്. അന്യാധീനപ്പെട്ടു പോയ ഒരുപാട് ഭൂമിയുണ്ട്. ഒരുപാട് ഭൂമിയുണ്ട്. ഇത് അതൊക്കെ വഖഫായി രജിസ്റ്റർ ചെയ്തതാണോ? ഈ വഖഫ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡൽഹിയിലെ വഖഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അന്ന് വല്ല പേപ്പറും സാധനം കൊടുക്കും. ഡൽഹി ജുമാ മസ്ജിദ് ഇരിക്കുന്ന സ്ഥലമുണ്ട്. സത്യത്തിൽ എന്താ വർഷങ്ങളായിട്ട് ഇരിക്കുന്ന സ്ഥലമാണ് ആണല്ല. അന്ന് ഏതെങ്കിലും ഒരു രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി പണിത് അത് പിടിച്ചെടുത്ത പാളയംപള്ളി പോലെ. വഖഫ് സ്വത്തിനുള്ള പ്രത്യേകത പിടിച്ചെടുത്ത മുതൽ വഖഫിൽ പറ്റില്ല. കിട്ടിയ മുതൽ ആ മുതൽ സംശുദ്ധമായിരിക്കണം, വില കൊടുത്ത് വാങ്ങിയ മുതലായിരിക്കണം. രാജാവ് വിലക്കല്ലല്ലോ കൊടുത്തു. രാജാവ് കൊടുത്തത് രാജാവിന്. അപ്പൊ രാജാവ് എന്നത് കൊണ്ട് ഉദ്ദേശിച്ചപ്പോൾ ഒരു മുസ്ലിം രാജാവ് വന്നു ടിപ്പു സുൽത്താൻ വന്നപ്പോ പല സംവിധാനങ്ങളും മാർക്ക് ചെയ്തു. തിരുവിതാംകൂർ രാജാവ് 3 പേർക്കും കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പൊ ടിപ്പു സുൽത്താൻ വന്നപ്പോ ഗുരുവായൂരിന് പല സംവിധാനങ്ങൾ ചെയ്തു. അത് രാജാവിന്റെ എന്താണ് ചെയ്യേണ്ട കടമയാണത്. പ്രജകൾക്ക് ആരാധിക്കാനും അവരെന്തോ ആയിക്കോട്ടെ, രാജാവിന് ആശയം ആദർശം വേറെ ആയിരിക്കും. പക്ഷെ പ്രജകൾക്ക് പലതും ഉണ്ടാവും. അവരുടെ ആവശ്യങ്ങൾക്ക്, ആരാധനാലയങ്ങൾക്ക് സൗകര്യവും കാര്യങ്ങളും, കാശ് വേണമെങ്കിൽ കാശ്, സ്ഥലം വേണമെങ്കിൽ കൊടുക്കുക എന്നുള്ള രാജാവിന്റെ കടമയും കർത്തവ്യവുമാണ്. അക്കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. മുസ്ലിം രാജ്യമല്ലേ ഇതിന് ക്ഷേത്രത്തിന് എന്ത് കൊടുത്തില്ലേ? കാരണം അവിടെ ഹിന്ദുക്കളുണ്ട്, പൗരന്മാരുണ്ടായിട്ടില്ല, ഇവിടുന്ന് പോകുന്ന ആളുകളുണ്ട്. അപ്പം നമുക്ക് ഒരു വലിയ പോരാട്ടത്തിലാണ് നിലവിൽ. ഏതാ വഖഫ് ഭൂമി തിരിച്ചു. നമുക്ക് അവരോട്, നമുക്കിപ്പോ മുനമ്പത്തുകാരോട് ശത്രുതയോ അല്ലെങ്കിൽ വേറെ ഇതൊന്നും നമുക്കില്ല. നമുക്ക് ആ ഇതിലല്ല, നമുക്ക് അവരോട് സഹതാപമാണുള്ളത്. ഈ സഹതാപത്തിന് ഇവർ ചെയ്യണം. ഇവരോട് തെറ്റ് ചെയ്തവരോട് ഇവർ ചോദിക്കണം. അതുപോലെ ഇവരിപ്പോ ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ നിഴൽ യുദ്ധമാണ് ആര് നടത്തുന്നത്? മുനമ്പത്തുകാർ നടത്തുന്നത്. മുനമ്പത്തുകാർ യുദ്ധം ആരോട് നടത്തുന്നത്? വഖഫ് ബോർഡിനോടും വഖഫ് സംരക്ഷണ വേദിയോട് ഇവർ യുദ്ധം നടത്തുന്നത്. സത്യത്തിൽ ഇവരെ പറ്റിച്ചേക്കുന്നത് ഫറൂഖ് കോളേജാണ്. ഇവർ നടത്തേണ്ട യുദ്ധം അവരോടാണ്. അവർ നടത്തിയ വിളിച്ചു അവരോട് പറഞ്ഞു, ഞാൻ പല ചർച്ചയിലും പറയുന്നത്, അവരുടെ ഒപ്പമോ പിന്നിലോ അല്ല ഞങ്ങൾ നിൽക്കുന്നത്, അവരുടെ മുന്നിൽ ഞങ്ങൾ നിൽക്കാന്നാണ് പറയുന്നത്. കാരണം നീതി അവർക്ക് കിട്ടണം. കാരണം ഒരാൾ പൈസ കൊടുത്തിട്ട് ആ പൈസ കിട്ടണം. കൊടുത്ത പൈസ അയാൾക്ക് കിട്ടണം. അതെന്താ അന്നത്തെ കൊടുത്തതല്ല, അതിന്റെ നഷ്ടപരിഹാരത്തോടുള്ള പൈസ അവർക്ക് കിട്ടാൻ അവർ അർഹരാണ്. അതിന് നമ്മൾ അവരോടൊപ്പം 100% അവരോടൊപ്പം നിൽക്കും. നമ്മൾ ഈ മൊത്തം ചർച്ചയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനിയും തുടർന്നു പോകുന്നത് ഇത് വഖഫ് സ്വത്താണോ അല്ലയോ എന്ന തർക്കത്തിലായിരിക്കും. അതിനി കോടതി മാത്രമേ പരിഹാരമുള്ളൂ. സുപ്രീം കോടതി മാത്രമേ പരിഹാരമുള്ളൂ. അല്ല, സുപ്രീം കോടതി അല്ല. അത് സുപ്രീം കോടതി ഒരിക്കലും വഖഫാണ് വഖഫല്ല എന്ന് പറയൂല. വഖഫാണ് വഖഫല്ല എന്ന് പറയാനുള്ള ഇവിടെ ഇത് നിൽക്കുന്നത് ട്രൈബ്യൂണൽ ഒരു കേസ് നടപ്പുണ്ട്. ആ കേസ് വഖഫാണെന്ന് പറഞ്ഞാലും അല്ല എന്ന് പറഞ്ഞാലും നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കില്ല. ഒന്നുകിൽ രണ്ടിലൊരു വിധിയാണല്ലോ പറയാൻ പറ്റുള്ളൂ. ആർക്ക്? ട്രൈബ്യൂണലിൽ, കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ കേസ് നടപ്പുണ്ട്. ആ കേസിൽ വഖഫ് അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹൈക്കോടതി പോകും, ആണെന്ന് പറഞ്ഞാൽ മുൻപത്തെ ഹൈക്കോടതി പോകും. അപ്പൊ അതിന് സർക്കാർ ന്യായവും ഉചിതവുമായ ഒരു തീരുമാനമെടുത്ത് ചെയ്ത് അതിന്റെ വേണ്ട രീതിയിൽ സർക്കാരാണ് വെൽഫെയർ. ഇനി ഇവര് എല്ലാ കക്ഷികളെയും വിളിച്ച് എന്ത് ചെയ്യണം? ഇത് എടുത്തുണ്ട്. മുസ്ലിം ലീഗ് ഉൾപ്പെടെ, ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെ, മുജാഹിദ് ഉൾപ്പെടെ, കാന്തപുരം സുന്നിയും ഇവരെല്ലാം ഉൾപ്പെടെ എല്ലാവരെയും വിളിച്ച് ചർച്ച നടത്തണം. സത്യത്തിൽ തീരണമെങ്കിൽ ആരായിട്ട് തീരുള്ളൂ? ഇവരൊക്കെ സംഭവിച്ച് തീരാന്ന് തീരുമാനിച്ചു. ഞങ്ങൾ കേസിന് വിളിച്ചില്ലെങ്കിൽ എന്താവും? വഖഫ് സംരക്ഷണ വേദിയെ കേസ് നടത്തുന്നുള്ളൂ. ഇത്രയും നാൾ ഈ സാധനം പോയി കിടന്ന് നശിച്ചു കിടന്ന് ഇത് പോയിട്ട് ഒരാളൊരു കാമാവുന്ന ഒരു അക്ഷരം ഇണ്ടാത്തവർ ഇപ്പൊ ഒന്നും കൊണ്ട് ഇത് പറയേണ്ട കാര്യമുണ്ടോ? ചർച്ചയിലേക്ക് എത്തിച്ചു തരാൻ ഞങ്ങളാണ്. ശരിയാണോ? ഒരു സംഘടനയെ, ഒരു മുസ്ലിം ലീഗ് ഒന്നും മുണ്ടിയിട്ടില്ല. ഇത്രയും വസ്തു അന്യാധീനപ്പെട്ടു പോയിട്ട് ഇന്നത്തേതനുസരിച്ച് എത്ര കോടി രൂപകളും മുതലുണ്ടെന്ന് അറിയാം.
ഏറ്റവും ചുരുങ്ങി 10 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ സെന്റിന്റെ വില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര കോടി രൂപ ഈ മുതൽ വിട്ടുപോയിട്ട് ഒരക്ഷരം മിണ്ടാതിരിക്കുകയും ഞങ്ങളത് തുറന്നില്ല എന്ന് പറയുകയും ചെയ്ത ആൾക്കാരെ ഇപ്പൊ ഞങ്ങൾ ഈ സാധനം വന്ന് ഇത് ചർച്ചയുടെ ഒരു അവസരത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ അല്ലെ ഇപ്പോഴാണ് ചർച്ചയിലേക്ക് വന്നത്, ഇല്ലെങ്കിൽ വരുമല്ലോ. അപ്പൊ ആരായത് പ്രശ്നം തീരണമെങ്കിൽ ഞങ്ങളായിട്ട് തീരുമാനിക്കപ്പെടണം. ഉചിതമായൊരു തീരുമാനം വന്നാൽ ഞങ്ങൾ അംഗീകരിക്കും, അതിന് നമുക്ക് തർക്കമൊന്നുമില്ല. കാരണം ഒരു വിഷയത്തിന് എന്താണ്, ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാകണം. ആ പരിഹാരം എങ്ങനെയായിരിക്കണം? ഉചിതമായ ഒരു പരിഹാരമായിരിക്കണം. വേദന ഉണ്ടാക്കുന്ന ഒരു കേസുണ്ട്, അത് മുൻപത്തുകാരായിട്ട് നമ്മൾ ചെറിയൊരു ചർച്ചയൊക്കെ വിഷയത്തിൽ നമ്മൾ വെച്ചു. തുറന്നതല്ല ഞങ്ങള് ഓഫീഷ്യലൊന്നുമല്ല, ഞങ്ങളിങ്ങനെ ആ സംസാരത്തിന്റെ ഇവരുടെ നേതാക്കന്മാരുടെ ഉള്ളിലേക്ക് പോയി. അവർ പറഞ്ഞ മറുപടി എന്ന് പറയാം, ഇതിന് നമ്മൾ പറഞ്ഞത് പകരം എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അന്ന് എന്തെങ്കിലും ചെയ്ത ഇതിന്റെ ആയിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടൂല. ഇതിന് കിട്ടിയാൽ തന്നെ ഫറൂഖ് തന്നെ കിട്ടുള്ളൂ. ഞങ്ങൾ ഈ എഫേർട്ട് എടുത്ത് പോകുന്നു, ഞങ്ങൾക്ക് ഒരു ഉദ്ദേശം, ഒരു ലക്ഷ്യമുണ്ട്. ഫറൂഖ് കോളേജിന് കിട്ടില്ലല്ലോ ഇത്. വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞാൽ ഫറൂഖ് കോളേജിനൊന്നും കിട്ടില്ല. പിന്നെ ആർക്ക് കിട്ടണ? വഖഫ് ബോർഡിന് കിട്ടില്ല. വഖഫ് ബോർഡിന് ഇവിടെ ആകെ ഇപ്പൊ എല്ലാവരും പറയുന്നത് അറിയാം, ഒരു നരേറ്റീവ് ഉണ്ട്. വഖഫ് ബോർഡിന് ഇന്ത്യൻ റെയിൽവേനൊക്കെ കൂടുതൽ ഭൂമി ഉണ്ടെന്നാണ് പറയണത്. അത് നരേറ്റീവ് ഇല്ല, അങ്ങനെ ഇല്ല. ഇപ്പൊ ഈ ഇവിടുത്തെ പട്ടാളം പള്ളി, ഈ പള്ളി പട്ടാളം പള്ളി, ഇവിടെയുള്ള പള്ളി മുസ്ലിം പള്ളി, ഈ പള്ളി വഖഫാണ്. പക്ഷെ ആ പള്ളിയുടെ കൈകാര്യങ്ങളിൽ നിന്നാണ് ആസ്തിയിരിക്കുന്നത്. വഖഫ് ബോർഡിന് അതിന്റെ ഒരു അതോറിറ്റിയേ ഉള്ളൂ, അല്ലാതെ വഖഫ് ബോർഡിന്റേതല്ല. വഖഫ് ബോർഡിന്റെ പേരിലല്ല രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കണം. ഉദാഹരണത്തിന് വില്ലേജ് ഓഫീസിൽ നമ്മുടെ ഭൂമിയുടെ രേഖ കംപ്ലീറ്റ് വില്ലേജ് ഓഫീസിലുണ്ട്, ഇല്ലേ? ഭൂമി വില്ലേജ് ഓഫീസിന്റെ ആണോ? അല്ല, വില്ലേജ് ഓഫീസിന് എന്താ ഒരു അതോറിറ്റി. അത്തരമുള്ള സംവിധാനമേ എന്തിലുള്ളൂ ഈ വഖഫ് ബോർഡിന് ആ കേരളത്തിൽ ഒരു ഏക്കറിൽ താഴെ ഭൂമിയുള്ളൂ അവരുടേതായിട്ട്. അപ്പൊ സർക്കാർ സമവായത്തിന് ഒരു ഫോർമുല മുന്നോട്ട് വെച്ചാൽ അതിനെന്തെങ്കിലും സർക്കാർ ചർച്ച നടക്കണമല്ലോ. ചർച്ചയും ഒരു വിഷയത്തിൽ മീഡിയേഷൻ അത് ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾ നിങ്ങൾ ജയിച്ച് നിൽക്കുന്ന സമയത്ത് തോറ്റ ആളുകൾ നിങ്ങളോട് ചർച്ചയ്ക്ക് വരെയാണ്. നിങ്ങളവരെ മാനിക്കണമെന്ന് പഠിപ്പിക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ അത് മുനമ്പത്തുകാരോടും ഉണ്ടാവും. സംശയമില്ലല്ലോ അതില്. അതിലൊന്നും ഒരു തർക്കമില്ല. എന്നിട്ട് ഇവർ പറഞ്ഞൊരു വാക്കുണ്ട്, പകരം ഭൂമി കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ സമ്മതിക്കൂല എന്ന്. അത് അവർ പറയേണ്ട കാര്യമുണ്ട്. അപ്പൊ എന്താ മനസ്സിന്റെ കുടിലെന്ന് ആലോചിച്ച് നോക്കി. സർക്കാർ പകരം ഭൂമി കൊടുത്ത് ഞങ്ങൾക്ക് ഈ ഭൂമി തരാന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ സമ്മതിക്കൂല എന്ന്. അപ്പൊ മനസ്സിന്റെ കുടിലെന്ന് ആലോചിച്ച് നോക്കണം. അവരെ വിചാരിക്കണ്ട, ഞങ്ങളുടെ എന്തായാലും പോണില്ല, സർക്കാർ അവിടെ കൊടുക്കണമെങ്കിൽ അതാ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ പ്രശ്നം തീർക്കാനല്ലേ നിൽക്കേണ്ടത്. അതിന് പകരമാണ് ഇവർ ഈ പറഞ്ഞ മനസ്സ് സാറെന്ന് പറഞ്ഞു ഒന്ന് ഇത് ചെയ്ത് നോക്കി. ഇതാണ് ഇപ്പൊ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം വേദി സമരം ഇനിയും തുടരും. ഒന്നുകിൽ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം. ആ പരിഹാരം സ്വാഭാവികമായിട്ട് പരിഹാരം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യം. ഇല്ലെങ്കിൽ ഈ രാജ്യം ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന നിയമ പോരാട്ടമുണ്ട്, അവിടം വരെ ഞങ്ങൾ പോവും. അതിന് ഒരു ഇഞ്ചിൽ ഞങ്ങൾ പുറകോട്ട് പോകില്ല.